എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫ്ലവേഴ്സ് 1 കോടി നിങ്ങൾക്കറിയാം ഒരുപാട് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത പരിപാടിയാണ്. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണേണ്ടി വന്നു എന്ന് ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വഴിയോരങ്ങളിൽ ഒരുപാട് മനുഷ്യർ അങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്നറിയുന്നത് ചിലപ്പോഴൊക്കെ ഈ പരിപാടിയെ പോലുള്ള പ്രോഗ്രാംസ് കാണുമ്പോഴാണ്. പാലക്കാട് നിന്ന് പുഷ്പാഞ്ജലി വരികയാണ് സ്വന്തം ജീവിതാനുഭവങ്ങൾ നമ്മൾ തുറന്നു പറയാൻ. ഒരിക്കൽ ഡോക്ടർമാർ വിധി എഴുതി ക്യാൻസറിനെ തോൽപ്പിച്ച് ഈ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് കീഴടങ്ങും എന്നാണ്. എന്നാൽ ഈ പ്രവചനങ്ങളെയെല്ലാം അസ്ഥാനത്താക്കി സ്വന്തം പോരാട്ടം കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. പുഷ്പാഞ്ജലി വരികയാണ് പാലക്കാട് നിന്ന്. ആ കഥയും അനുഭവങ്ങളും നമ്മോട് പറയാൻ, ഒപ്പം എന്നോട് മത്സരിക്കാനും. പൂക്കൾ നിറം ചാർത്തിയ പേരിന്റെ ഉടമയാണെങ്കിലും പാലക്കാട് കുനിശ്ശേരി സ്വദേശിനി പുഷ്പാഞ്ജലിയുടെ ജീവിതം ഒരു വീണപ്പൂവിന്റെ വേദന നിറഞ്ഞതായിരുന്നു. 13-ാം വയസ്സിൽ അർബുദ രോഗബാധിതയാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പുഷ്പാഞ്ജലിയുടെ ജീവിതം പൂക്കൾ പൂത്ത വഴികൾക്ക് പകരം മുള്ളുകൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായത്. പത്ത് ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ആ 13-കാരി പെൺകുട്ടി മനക്കരുത്തോടെ തിരിച്ചുപിടിച്ച ജീവിതത്തിന്റെ പുഞ്ചിരിയുമായി വിധിയുടെ വിസ്മയമാകുകയാണ് നമുക്ക് മുന്നിൽ. ചികിത്സയുടെ അനന്തരഫലങ്ങളിൽ ചുവടുകളൊന്ന് ഇടറിയെങ്കിലും പുഷ്പാഞ്ജലി തളർന്നില്ല. അമ്മ സുജിതയും കൂടപ്പിറപ്പുകളും അടുത്ത സുഹൃത്തുക്കളും സ്നേഹവാത്സല്യങ്ങൾക്കൊപ്പം ആത്മധൈര്യവും പകർന്നു നൽകി പുഷ്പാഞ്ജലിയുടെ ജീവിതയാത്രയിൽ. ഇനി അധികകാലമില്ലെന്ന് വിധിയെഴുതിയവരെ അത്ഭുതപ്പെടുത്തി സ്വന്തം ദുർവിധിയെ മറികടന്ന പ്രതീക്ഷകളുടെ പുഞ്ചിരിയുമായി 1 കോടി വേദിയിലേക്ക് പുഷ്പാഞ്ജലി വരുന്നു. ഹായ് പുഷ്പാഞ്ജലി, നമസ്കാരം. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി പുഷ്പാഞ്ജലി വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ കുറച്ചു കാലമായി വരാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ഗ്യാപ്പായി പോയി. ആദ്യം പുഷ്പാഞ്ജലി കണ്ടോ ഈ പരിപാടിയൊക്കെ? കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ. വരണം അപ്പത്തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വരണം. നന്നായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷം. കൂടെ വന്നാരാ? അതെ, അമ്മ. അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് നടന്നിങ്ങനെ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനൊന്നും വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അല്ലേ? ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് വെറും 10 ദിവസം മാത്രമേ ഇനി പുഷ്പാഞ്ജലി 10 ദിവസം കൂടെ ആയുസുള്ളൂ. അത് ആരോടാ പറഞ്ഞത്? അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞത്. 10 ദിവസം അമ്മയൊന്ന് പരിചയപ്പെടാം. അതാണ് അമ്മ. അമ്മയുടെ പേരെന്താ? സുജിത. അമ്മയും പാലക്കാട് പ്രോപ്പറാണോ? എനിക്ക് വളർന്നതൊക്കെ അവിടെയാണോ? അതെ. താങ്കളോ? ഫ്രണ്ടാണ്. ഫ്രണ്ടാണ്. എന്താ പേര്? സുബിത്ത്. സുബിത്ത്. ഓക്കെ, എന്താ ചെയ്യുന്നത് സുബിത്ത്? പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യാണ്. ഓക്കെ, താങ്കളോ? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് ഷഫീർ. ഞാനും സുഹൃത്താണ് പുഷ്പാഞ്ജലിയുടെ. എവിടെയാ വീട്? പാലക്കാട് തന്നെ സാർ. പാലത്തൂർ എന്ന് പറയും. അപ്പൊ നിങ്ങളുടെയൊക്കെ ജോലി അറിയാലോ. ഇത് പുഷ്പാഞ്ജലിയെ സഹായിക്കണം. 1 കോടി അടിച്ചോണ്ട് പോണം. ഓക്കെ, അമ്മയ്ക്ക് സന്തോഷം. 1 കോടി. അച്ഛന്റെ പേരെന്താ? അച്ഛനുണ്ടല്ലോ. അച്ഛനുണ്ട്. അച്ഛന്റെ പേര് നാരായണൻ. എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ? അച്ഛൻ പന്തൽ വർക്ക് ചെയ്യാണ്. പാലക്കാടൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഡോക്ടറിലേക്ക് വന്നാൽ 10 ദിവസം കൂടി ആയുസുള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയോടാ പറഞ്ഞത്? അല്ല, അമ്മയാണോ ഡോക്ടറോട് സംസാരിച്ചത്? ആദ്യം ചോദിച്ചിരുന്നു എപ്പോഴാണ് നാട്ടിൽ നിന്ന് അച്ഛൻ വരുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇങ്ങനെ പറയാനാണെന്ന് അറിയില്ലായിരുന്നു. എവിടെയുള്ള ഡോക്ടർ അത്? അവിടത്തെ RCC. ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇങ്ങനെ പറയാനാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ ടെൻഷനാവോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം. പിന്നെ അച്ഛൻ വന്നു, അച്ഛനോട് പറഞ്ഞു 10 ദിവസം കൂടെ അത്രേ ഉള്ളൂ, അവൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങൾക്ക് ഈ 10 ദിവസം പരമാവധി സന്തോഷിപ്പിച്ച് നിർത്താനാ പറയുന്നത്. ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു കാര്യം അറിയുന്ന അവരിൽ നിന്ന്? അതെ അതെ. സംഭവം സീരിയസ് ആണെന്ന് അറിയാമായിരുന്നോ? സീരിയസ് ആണെന്ന് അറിയാന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമാണെന്നുള്ളത് അറിയില്ല. മരുന്ന് ചെയ്യാൻ പറ്റില്ല, അതിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളി, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു.
ഓക്കെ, എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ക്യാൻസർ പിടിപെട്ടെന്ന് മനസ്സിലായത്? 13 വയസ്സ് 13.5 വയസ്സായി. പഠിക്കുമായിരുന്നു അപ്പോ? 8ൽ പഠിക്കുകയായിരുന്നു. 8ൽ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്ത് അസുഖത്തിനാണ് ഈ ആശുപത്രി പോയത്? എനിക്ക് കുഞ്ഞുനാൾ മുതലേ വീസിങ്ങിന്റെ പ്രശ്നം, ശ്വാസമുട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതും ഉണ്ടായിരുന്നു, പിന്നെ പനി ഉണ്ടായിരുന്നു, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോ എനിക്ക് ബാഗ് ഒന്നും തൂക്കിയിട്ട് പോകാൻ പറ്റില്ല. ബാഗിൽ ബുക്കും വെയിറ്റും വാട്ടർ ബോട്ടിലോ ടിഫിൻ ബോക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് അതിന്റെ വെയിറ്റ് തൂക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ വീട്ടില് ഇതില് ബെഡ്ഷീറ്റിലൊക്കെ ഇട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ മാറ്റിയിട്ടാ ഞാൻ പോവുക. ഒരു ദിവസം അമ്മ ഇത് കണ്ടുപിടിച്ചിട്ട്, അവർക്കൊന്നും പറയുമ്പോ വിശ്വാസം തരുന്നില്ല. എനിക്ക് വയ്യാന്ന് പറയുമ്പോ ഞാൻ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ, കള്ളത്തരം പറയാണെന്നല്ല എന്റെ വിചാരം. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് എന്താ എനിക്ക് സംഭവിക്കണമെന്ന്. സ്കൂളിൽ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മാത്രം പുറത്ത് വന്ന് ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്താ കുഴപ്പം. എനിക്ക് മനസ്സിലാവില്ല, ആരും പറയുമ്പോൾ വിശ്വസിക്കണില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്വാസം മുട്ടലിലും പനിക്കൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടറിനെ കണ്ടു. ഞാൻ ആദ്യം ഹോമിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടിന്. അപ്പൊ അവിടെ പോയി മരുന്ന് കഴിച്ചാൽ അവിടെ ഇപ്പൊ നമ്മള് സ്കാനിങ്ങും അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് കഴിക്കുമ്പോഴും കുറവുണ്ട്, വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പനിയാണെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോ മരുന്ന് കഴിച്ചു, വീണ്ടും കുറഞ്ഞു, അത് പിന്നെയും വരാൻ തുടങ്ങി. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ സൈഡായിട്ട് എന്തോ, റൈറ്റ് സൈഡായിട്ട് എന്തോ ഒരു വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു. റിബിലായിരുന്നു ക്യാൻസർ. അപ്പോഴും ക്യാൻസർ ആണെന്ന് ഉറപ്പില്ല. അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളൊരു ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അമ്മന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്താന്ന് ശരിക്കും മനസ്സിലാവണില്ല. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ചെറിയ സ്കാനിങ് ഒന്ന് ചെയ്ത് നോക്കാം, CT സ്കാനിങ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് CT സ്കാൻ ചെയ്തു. അപ്പോഴും ഡോക്ടേഴ്സിന് അവിടെ എന്തോ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാ പറഞ്ഞത്. ഇങ്ങനെ ക്യാൻസറിന്റെ ആണെന്നൊന്നും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഇവിടുന്ന് ജൂബിലിയിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്യാം, ഞങ്ങൾ അവിടെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കി. ഇവിടുന്ന് കുറച്ച് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. കുത്തിയെടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് ബയോപ്സി പത്തോളജി റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസർ ആണ്, സ്പ്രെഡ് ആകുന്ന ടൈപ്പാണ്, നിങ്ങൾ വേഗം RCCക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അപ്പോ ശരിക്കും പനിയായിട്ട് പോയ ഒരാള് ക്യാൻസർ ആയിട്ട് തിരിച്ചു വരിക പറയുന്നത് ലൈഫിൽ ഭയങ്കര ഒരു ഷോക്കിങ്. അതെനിക്ക് അറിയില്ല, അപ്പോഴും എനിക്കറിയില്ല. ഇല്ല, ഡോക്ടർ പറഞ്ഞപ്പോ എന്നെ പുറത്താക്കി, റൂമിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ 3 പേരാ. റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോ ഏട്ടനും സിസ്റ്ററും കൂടി വന്നു, നേഴ്സും കൂടി വന്നു. അപ്പോ അവര് സിസ്റ്റർ എൻ്റെ അടുത്ത് തോളിൽ കൂടെ കയറ്റിട്ട് കുറച്ചുകൂടെ നടന്നിട്ട് പുഷ്പാഞ്ജലിക്ക് ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, തിരുവനന്തപുരത്ത് പോയാൽ എല്ലാം ശരിയാവും, എല്ലാം കുഴപ്പമില്ലാണ്ട് വരാം. അപ്പൊ ഞാൻ പനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത്ര ദൂരം പോകണം, ഇവിടെ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് ചിരിച്ചിട്ട് ഒന്നുമില്ല, എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് തിരുവനന്തപുരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, ഇതുവരെ നീ പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഈ ഒരു അസുഖമാണ്, പനിക്ക് വേണ്ടി ഇത്ര ദൂരം ആരും പോകില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ചോദിക്കാം. അമ്മ ഉണ്ടായിരുന്നോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ വേഗം പടരുന്ന ഒരു സ്വഭാവമുള്ള ക്യാൻസർ ആണ്, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം, RCC പോകണം എന്ന് പറഞ്ഞ അമ്മ ഉണ്ടായിരുന്നു? അമ്മ ഇത് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. എങ്ങനെ പിടിച്ചിരുന്നു? പക്ഷെ മോളുടെ അടുത്ത് പറയാനും പറ്റില്ല, ഞങ്ങൾക്കത് അടക്കി പിടിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ 10-15 ദിവസം കൊണ്ട് ഞങ്ങൾ RCC എത്തി. അവിടെ പോയി പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലേ? പോയി. ഞങ്ങള് ഇവിടെ നിന്ന് ജൂബിലിക്ക് പോയിരുന്നു. ജൂബിലി പോയി അവിടെ നിന്ന് ടെസ്റ്റ് ഒക്കെ നടത്തി അവര് പറഞ്ഞു നിങ്ങൾ നേരെ RCCക്ക് വിട്ടോളാൻ പറഞ്ഞു. ജൂബിലിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ ട്രീറ്റ്മെന്റ് എന്താണെങ്കിലും നമുക്ക് ഇവിടെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് RCCക്ക് പോയത്. അപ്പൊ അവിടെ പോയപ്പോ തീരുമാനമായി. അപ്പൊ അവിടെ പോകുന്നവരെ മോൾ അറിഞ്ഞിട്ടില്ല ഇത് ക്യാൻസർ ആണെന്നുള്ളത്. പുഷ്പാഞ്ജലിയുടെ ട്വിൻ സിസ്റ്ററിന്റെ പേരെന്താ? ഗീതാഞ്ജലി. അപ്പൊ ഗീതാഞ്ജലി ആൻഡ് പുഷ്പാഞ്ജലി. അപ്പൊ ഗീതാഞ്ജലി ഇതൊന്നും അറിയുന്നില്ല. ഗീതാഞ്ജലി നിങ്ങളുടെ ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഞങ്ങള് കുഞ്ഞിലെ മുതല് 8 വരെ. ഡ്രസ്സൊക്കെ ഒന്നിച്ച് തന്നെയാണോ? കണ്ട ആൾക്കാർക്ക് മാറിപ്പോവോ? മാറി. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ തുടങ്ങി, മനസ്സിലാവണ്ടായി. ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ കൊടുക്കണ്ട. സ്കൂളിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മാറിപ്പോവും, ടീച്ചേഴ്സിനൊക്കെ മാറിപ്പോവും. അപ്പൊ പിന്നെ ഞങ്ങള് ഡ്രസ്സ് ഒന്ന് മാറ്റി. അപ്പൊ ഇപ്പൊ ഗീതാഞ്ജലി എന്താ ചെയ്യുന്നത്? ഇപ്പൊ അവള് MBA ചെയ്യാൻ. അപ്പൊ പുഷ്പാഞ്ജലിയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ വന്നായിരുന്നോ ഗീതാഞ്ജലി? അവളിപ്പോ ക്ലാസ് ഉണ്ട്, വെക്കേഷൻ ടൈമില് അവൾ എന്റെ കൂടെ വന്നു. നമ്മൾ RCCയിലേക്ക് മടങ്ങിയാൽ, തിരുവനന്തപുരത്തെ RCC എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് രോഗികൾക്കുടെ ആശാ കേന്ദ്രമാണ് RCC. അപ്പൊ അവിടെ എന്തിനാണ് പോകുന്നതെന്ന് പുഷ്പാഞ്ജലി ആലോചിച്ചോ RCC ചെന്നപ്പോ? സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വരെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. RCC ഉണ്ട് ഇങ്ങനെ, എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഉള്ളതേ അറിയില്ല. അപ്പൊ പോയി അവിടെ എത്തിയപ്പോഴാണ് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതാണ് അസുഖം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അമ്മയോട് ചോദിച്ചോ? ഇല്ല, ഞാൻ ആരോട് ചോദിച്ചില്ല. എന്റെ മുത്തശ്ശിക്ക് ക്യാൻസർ വന്നിട്ട് മരിച്ചതാ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാൻസർ അങ്ങനെ. പക്ഷെ അപ്പോഴും എനിക്ക് ആ ഒരു ഏജിന്റെ ആണോന്ന് അറിയില്ല,
എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മരുന്നൊക്കെ ചെയ്താൽ മാറാം എന്നുള്ളൊരു കുഞ്ഞിലെ മുതൽ ശ്വാസം മുട്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റൽ അതുകൊണ്ട് പേടിയുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മാറും എന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ പോയി. പിന്നെ നമ്മള് വലിയ വലിയ ഇഞ്ചക്ഷനും അതൊക്കെ കാണുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കീമോ. എപ്പോഴാണ് കൃത്യമായി ഡോക്ടറിൽ നിന്ന് പുഷ്പാഞ്ജലി അറിയുന്നത് ക്യാൻസർ രോഗബാധയാണ്, അതും അപകടം പിടിച്ച വ്യാപിക്കുന്ന ഒരു ക്യാൻസർ ആണ്, ക്യാൻസർ ആണ്? ഞാൻ എന്റെ അടുത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഞാനായിട്ട് അത് കണ്ട് മനസ്സിലാക്കിയത്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാനും പോയിട്ടില്ല എനിക്ക് ക്യാൻസർ ആണോ മാറുമോ അങ്ങനെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ഒരു പേടി എന്തായിരുന്നു? പുഷ്പാഞ്ജലി പെട്ടെന്ന് മരിച്ചു പോകും അങ്ങനെയുള്ള ഭയമായിരുന്നോ? അവരൊന്നും എന്റെ അടുത്ത് മാറിയിട്ടില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ പിന്നെ അമ്മ എന്റെ അടുത്ത് തന്നെയാ. അമ്മക്ക് എന്ത് പറ്റി? ഞാൻ തകർന്നു സാർ. പറയുകയാണെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ പറയുമ്പോ ഇപ്പൊ അമ്മ അടുത്തുണ്ട്, ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരും, എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും, ഒന്നിനും നോ പറയില്ല. അപ്പൊ തോന്നി ഇത് കുഴപ്പമില്ലല്ലോ, നല്ലൊരു നമ്മളൊക്കെ പറയുന്നെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമില്ലല്ലോ. അപ്പോഴും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, വയ്യാക അതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ബാക്കിൽ ഇവിടെ പെയിൻ വരുന്നുണ്ട്. പിന്നെ രാത്രി ഈ സൈഡായിട്ട് റൈറ്റ് സൈഡ് ബാക്കിലായിട്ടായിരുന്നു. പക്ഷെ പെയിൻ വരുമ്പോഴും ഇവരുടെ അടുത്ത് പറയുമ്പോഴും ഇവർ വിചാരിച്ചു ഞാൻ ബാഡ്മിന്റൺ സ്കൂളിൽ കളിക്കുമായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുമല്ലോ, അതിന്റെ വേദനയാണെന്ന് പറഞ്ഞിട്ട് അമ്മ അതൊക്കെ നിർത്ത്, നീ അതിലൊന്നും പോകണ്ട, അതൊക്കെ നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ കൈ ഒരു ദിവസം പൊക്കാൻ പറ്റാതായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് കാല് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സൈഡ് എടുത്തു വെക്കാൻ പറ്റാണ്ടായിട്ട് പിന്നെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി ഓട്ടോയിൽ കേട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറയുമ്പോ ആരും വിശ്വസിക്കണില്ല. ആൾക്കാരൊക്കെ ചോദിക്കുമോ ഈ ബസ്സിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി? അത് ഒറ്റ ദിവസം ഉണ്ടായിട്ടുള്ളൂ. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോ എണീച്ചപ്പോ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല, ഈ കാലം എടുത്തു വെക്കാൻ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ ബസ്സിൽ കിളിയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും കൂടി പിടിച്ചിട്ട് ഇറക്കിയിട്ട് ഓട്ടോയിൽ കെട്ടിട്ട് കൊണ്ടുപോയി. അപ്പൊ അമ്മ ഇത് കളിച്ചതിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കി ചെയ്തു തരികയാണ് ചെയ്തത്. അപ്പോഴും ഇതാണെന്ന് ചിന്തിക്കില്ല. കമന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? നമ്മളിങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഇറങ്ങുമ്പോ പൊതുവെ സമൂഹം എങ്ങനെയാ പൊതുവെ കൂടെ സഞ്ചരിക്കുമ്പോ അവർ വലിയ സപ്പോർട്ടായിട്ട് തന്നെയായിരുന്നു? അതെനിക്ക് സപ്പോർട്ടീവായിട്ട് തോന്നിയത്. നമ്മളിപ്പോ മുടിയൊക്കെ പോയി ക്യാപ്പൊക്കെ വെച്ചിരിക്കുമ്പോ ഏതോ ഒരാളെ എവിടെന്നോ വന്നിട്ട് ബസ്സിലിരിക്കുന്ന പോലെ ആയിരിക്കും അവന്റെ ഒരു കാണാത്ത ഒരാളിനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഫീലാ. നമുക്ക് കംഫർട്ട് ആയിരിക്കില്ല പോവാനൊന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് സമൂഹത്തിന്റെ ഒരു സൗമനസ്യം ഈ രോഗിക്ക് കിട്ടുമെന്ന് ഞാൻ ചോദിക്കാം. ഇല്ല, കിട്ടത്തില്ല, ഒരിക്കലും കിട്ടില്ല. അവരുടെ ഒക്കെ വിചാരം ക്യാൻസർ വന്നതും മരിച്ചു പോവും, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ല ജീവിതം പോയി എന്നുള്ളൊരു ഇതാണ്. പുഷ്പാഞ്ജലി, ഇപ്പൊ ഈ 10 ദിവസം കൂടി ജീവിക്കൂ എന്ന് ഡോക്ടർ തീരുമാനിക്കാൻ കാര്യം എന്തായിരുന്നു? അത് അത്രയും മോശമായിരുന്നു. കീമോ ചെയ്ത് റേഡിയേഷൻ ഒക്കെ ചെയ്തു. എനിക്ക് 9 കീമോ ആണ് പറഞ്ഞത്, 7 കീമോ ചെയ്തുള്ളൂ. അല്ല, കീമോ ചെയ്തതിനു ശേഷം ഡോക്ടർ ഇതേ നിലപാടായിരുന്നു? കീമോ ചെയ്തിട്ടും എനിക്ക് ഇതിന് കുറവ് വന്നിട്ടില്ല, കൂടുതലായിട്ടേ ഉള്ളൂ, ഇതിന് കുറവ് വന്നിട്ടില്ല. അപ്പൊ പിന്നെ റേഡിയേഷൻ ഡോക്ടേഴ്സിന്റെ ഒരു നിസ്സഹായത പ്രകടമായിരുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോ അതൊന്നും എന്റെ അടുത്ത് കാണിക്കില്ല. ഇല്ല, അവര് നിർത്തി, കീമോ നിർത്തി, ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു. കൗണ്ടൊക്കെ വളരെ പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ ഇനി ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിച്ചോളൂ, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഈശ്വരനെ അർപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയോടെ കഴിയൂ. അതെ, അല്ല 10 ദിവസം എന്ന് പറഞ്ഞു. 10 ദിവസം മാത്രമേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് 10 ദിവസം എന്നുള്ളൊരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകും. എന്നെ മാത്രം കൂടുതൽ പുഷ്പാഞ്ജലിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഭക്ഷണം ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. പക്ഷെ 5 കീമോ കഴിഞ്ഞതും പുഷ്പാഞ്ജലി മൊത്തം തളർന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഫുൾ ബെഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾ എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ലാസ്റ്റ് മരുന്ന് കയറാതായപ്പോഴാണ് അവര് പറഞ്ഞത് കൊണ്ടുപോയിക്കോളാം. അവർക്ക് പറ്റില്ല, ഇനി ഞങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ ഇനി എന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു തിരിച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വേറെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന്ന് ഞങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടാണ് 10 വർഷമായിട്ടും പുഷ്പാഞ്ജലി ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ 10 വർഷമായോ ഈ സംഭവം നടന്നിട്ട്? എന്തോ ഈ ഡോക്ടേഴ്സ് ലാസ്റ്റില് പുഷ്പാഞ്ജലിയോട് പറഞ്ഞത്? RCCയിലെ ഡോക്ടേഴ്സ്, എനിക്ക് അവിടുത്തെ ഡോക്ടർ ഭയങ്കര ഇഷ്ടം. ഗുരുപ്രസാദ് സാർ പറഞ്ഞ ഡോക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ഞാൻ ചിത്രമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കൃഷ്ണന്റെ പടമൊക്കെ വരയ്ക്കുവോ? വലിയ ആഗ്രഹമായിരുന്നു. ഇനി വരയ്ക്കാലോ? ഇനി വരയ്ക്കണം. എനിക്ക് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും വരയ്ക്കുന്ന ഇഷ്ടം. കുറെ പടങ്ങൾ എന്റെ ഇപ്പൊ ഉണ്ട്, കുറെ പേര് വരച്ചത്. ഇപ്പൊ പുഷ്പാഞ്ജലിയുടെ വരയും കുറി എങ്ങനെയുണ്ട് നോക്കണ്ടേ? ഓക്കെ, അത് പോട്ടെ.
അപ്പൊ ആ സാറിന് എനിക്ക് ഇഷ്ടം. അപ്പോൾ സാറ് ഞാൻ വരയ്ക്കണ കണ്ടിട്ട് ഞാൻ ഈ സീരിയസ് ആയവന്റെ കിടത്തുന്ന ഒരു വാർഡുണ്ട്, അവിടെ ഞാൻ കിടന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവിടെ ആക്കിയിരിക്കണേ. അപ്പോഴും അറിയില്ല ഇത്രയും സീരിയസ് ആയിട്ടാണ് നമ്മൾ കിടക്കണമെന്ന് നമുക്കറിയില്ല. പിന്നെ യൂറിൻ പോണതൊന്നും അപ്പൊ അറിയില്ല. മോഷനൊക്കെ കുറെ ദിവസം പോവാണ്ടായി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല ഈ മടക്കി പൊക്കോളാൻ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞത് അത് പുഷ്പാഞ്ജലി അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞത് 2 മാസത്തേക്ക് നമ്മ വീട്ടിൽ പോവാണ്, അത് കഴിഞ്ഞിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് ഞമ്മ വരും, അതുവരെ നമ്മളെ വീട്ടിലായിരിക്കും, മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞു. പുഷ്പാഞ്ജലി അപ്പൊ ഒരു വിശ്വാസം, ഒരു ഇടവേളയാ, അത് കഴിഞ്ഞ് വീണ്ടും ആർസിസിയിലേക്ക് വരും. ഞാൻ വിചാരിക്കുന്നു കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കാലോ, ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, വേദനയില്ല, മരുന്നൊന്നും ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ വരണ്ട. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ കൂടെ വരുന്നത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു എന്നെ ഒന്നും പറ്റാതെ തിരിച്ചു വിടുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താ പുഷ്പാഞ്ജലി? വീട്ടിൽ ചെല്ലുമ്പോ എല്ലാവരും ഇങ്ങനെ ഭയങ്കര മുഖമൊക്കെ മാറി സങ്കടത്തില്. ഞാൻ പോകുമ്പോ എല്ലാവരും എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും നിക്കണത്. അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുമായിരുന്നു. ഞങ്ങൾ എത്തുമ്പോ 2 മണിയൊക്കെ ആയി. അപ്പൊ എല്ലാവരും വരുന്നതോ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്നുള്ള ഒരു ഇതിലായിരുന്നു അവിടെ ഉള്ളവരൊക്കെ. ഇതായിരുന്നു ജീവനോട് തന്നെ വരുമെന്നുള്ളത് അവർക്ക് അത്ര ഉറപ്പില്ലായിരുന്നല്ലേ? അതെ. ഈ പാരാത്രിക്കൊക്കെ വരുമ്പം മിക്കവാറും ജീവൻ ഇല്ലാതെ വരുന്നതാണോ, അതൊക്കെ നോക്കാൻ വേണ്ടി അത്യാഹിതമാണെന്ന് വിചാരിച്ച് വന്നതാണല്ലേ? അപ്പൊ അവരൊക്കെ എന്തുവാ പറഞ്ഞത്? എന്റെ വീട്ടിലൊരു വലിയച്ഛനും വലിയമ്മ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിൽ. അവരായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയൊക്കെ വരുമ്പോ അവരാ നോക്കുക. അപ്പൊ അവര് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കരഞ്ഞിട്ട് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല എന്താ കുഴപ്പം, എന്തിനാ കരയണം. ഞാൻ തിരിച്ചു വന്നല്ലോ, വീട്ടിൽ വന്നല്ലോ, ഇനി എന്തിനാ കരയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് നമ്മള് എന്താ പറയാ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് കിടക്കണ ഒരാളില്ലേ, ഇപ്പൊ വയസ്സായവരൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ നിറയെ ആൾക്കാർ നോക്കാൻ വരുമല്ലോ, അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അറിയാത്തവരും അറിയണവരൊക്കെ വരുന്നുണ്ട്. അമ്മ എന്റെ അടുത്തുനിന്ന് മാറണില്ല, ആൾക്കാർ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അമ്മ അവരുടെ അടുത്തൊക്കെ കരയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് അപ്പം ഒന്ന് ചരിഞ്ഞ് കൂടുതലും വരുന്നത് എപ്പോഴാണ് സംഭവിക്കാന്നുള്ളൊരു ഇതില് ബന്ധുക്കളാണോ നാട്ടുകാരാണോ? നാട്ടുകാര് അവരിതൊക്കെ അറിഞ്ഞിട്ട് വരിക അല്ലേ? എല്ലാവരും അറിഞ്ഞു. ഇതുപോലെ അതെങ്ങനെ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആയത് പാലക്കാട്? അത് അറിയില്ല സാർ, ഞങ്ങൾ വരുമ്പോഴേക്ക് ഇവിടെ അറിഞ്ഞു. ഈ പാതിരാത്രി 2 മണിക്കൊക്കെ ആൾക്കാർ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് ഫണ്ടൊക്കെ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ഒരാൾ വഴി അങ്ങനെ അറിഞ്ഞതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഓരോരുത്തർ ഇങ്ങനെ അറിഞ്ഞതായിരിക്കാം. വലിയ സഹതാപത്തിലായിരിക്കും പുഷ്പാഞ്ജലി കാണുന്നത്. അതെ, ഒരുപാട് പേര് അത് കഴിഞ്ഞ് കണ്ടുപോയവർ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്താണ് അവസ്ഥ, ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ട്. മരണം ഉറപ്പിച്ചു വന്നവരാ അല്ലേ? അല്ല സാർ, അങ്ങനെ ആയിരുന്നു അവിടെ നിന്ന് വന്നത്. അതായിരുന്നു, ഞങ്ങൾക്കും കൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആയിരുന്നു. പക്ഷെ ഒരാള് വന്നതിലാണ് പുഷ്പാഞ്ജലിയുടെ ജീവിതം തന്നെ മാറിയത്. ജുനൈദ് എന്ന അവരുടെ പേര്. ജുനൈദ്, കോയമ്പത്തൂര് അവരുടെ വീട്. അപ്പൊ ഞങ്ങള് RCCക്ക് പോകുമ്പോ തന്നെ അവരവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അക്യൂപഞ്ചർ ചക്ര ഹീലിംഗ് എനിക്ക് ചെയ്തത്. അപ്പൊ അവിടെ നോക്കണം. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല. നമ്മള് ഇത്തറിഞ്ഞ നമ്മള് നേരെ കീമോ അങ്ങനെയൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പൊ ആ വഴിക്ക് പോയി. പക്ഷെ ലാസ്റ്റ് നമുക്കൊരു പിടിക്കാൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ, രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയില്. അപ്പൊ മുത്തശ്ശൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾക്ക് അവളെ വന്ന് നോക്കാൻ പറ്റുമോ, അവളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണ നോക്കാൻ പറ്റുമോ? അപ്പൊ അവര് ഞങ്ങളെ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ആള് വന്നു. ബെഡിൽ പൂർണ്ണമായിട്ട് കിടക്കുകയാണ്. ഇരുത്തിയല്ലൊന്നും ഇരിക്കില്ല, ചരിഞ്ഞു വീഴും. ആരെങ്കിലും ചാരി ഇരിക്കണം, ആ ഒരു അവസ്ഥയായിരുന്നു. ഇരിക്കത്തില്ല. തിരിയണമെങ്കിൽ ഒരാള് വേണം. കുഞ്ഞു കുട്ടീന്റെ അമ്മച്ചി. അപ്പൊ അവര് വന്നു. ഒരു ഞായറാഴ്ച വന്നു രാവിലെ. ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെ വന്നപ്പോ അവര് ശനിയാഴ്ചയാണ് അവിടെ നോക്കുക. അപ്പൊ ഞായറാഴ്ച വന്നു, രാവിലെ വന്നു. ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് വന്ന് കണ്ട് എന്റെ കൈ തൊടുവൊന്നുമില്ല, മേലെ നമ്മുടെ മേലെ ഒന്നും തൊടില്ല. ഇങ്ങനെ എന്തോ ചെയ്ത് നോക്കി. അപ്പൊ തന്നെ എന്റെ ഒരു വിരല് ഞാൻ അനക്കി. അപ്പൊ അമ്മയ്ക്കൊരു വിശ്വാസം, ഇനി അതിന്ന് എന്തെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നുള്ളൊരു വിശ്വാസം. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമില്ല, ദൈവത്തിൽ പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എല്ലാം അത്ഭുതമായിരുന്നു. ചക്ര ഹീലിംഗ്. നമ്മൾക്ക് തരുന്ന മരുന്ന് എന്റെ അടുത്ത് സൂചിയൊന്നുമില്ല, ഹീലിംഗ്. ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറയാം. അപ്പൊ കൈ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാ, തൊടാണ്ടാണ് എല്ലാം ചെയ്യാം. പിന്നെ കുറച്ച് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ തരും. എനിക്ക് RCCന്ന് ഒരുപാട് വേദനയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വേദന മാറിയിട്ടില്ല. രാത്രി ആകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ, എന്താണ്
വേദന എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് ആ സമയത്ത്. വേദനയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാനൊക്കെ. പക്ഷെ എത്ര നോക്കിയാലും ഇതെന്തുകൊണ്ടാ വേദന എന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല, ഭയങ്കര വേദന. അപ്പൊ ഇവര് വന്നിട്ട് ഇവര് തരുന്ന ഓരോ മരുന്നുകളും നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നാ. അതൊക്കെ കഴിച്ചിട്ട് വേദന മാറി വരുമ്പോ ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ്. ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് അവര് ആ വേദനയൊക്കെ എനിക്ക് മാറിയത്. പിന്നെ ഇതുവരെ 10 വർഷത്തിൽ എനിക്ക് വേദനയൊന്നും ഇല്ല. ഞാൻ ചോദിക്കട്ടെ പുഷ്പാഞ്ജലി, ഇവന് ടെസ്റ്റ് എടുത്ത് നോക്കിയോ? ഞങ്ങൾ നോക്കിയിട്ടില്ല, ഞങ്ങൾ അതിലേക്ക് പോകണം എന്ന് ഞങ്ങൾ പിന്നെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം എനിക്ക് ചെറിയൊരു വീസിങ്ങിന്റെ പ്രശ്നമായിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് RCCക്ക് പോയിട്ട് നോക്കൂ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയി നോക്കിയപ്പോ ഞാൻ പോകുമ്പോ അവർക്കൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ശരിയായി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ കണ്ടിട്ട്. അവർക്ക് പറ്റാത്തത് ഡോക്ടർ ആ പറഞ്ഞ പ്രിയപ്പെട്ട ഡോക്ടർ ഗുരുപ്രസാദ് ഡോക്ടറെ കണ്ടോ? ഗുരുപ്രസാദ് സാറിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ പോയത്. കുറെ ആയിട്ടുള്ള ആഗ്രഹമാണ് സാറിനെ കാണാമെന്നൊക്കെ. അപ്പൊ നിന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കണ്ടു, എല്ലാവരും എന്റെ അടുത്ത് വന്നു. എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സ് എന്തോ പറഞ്ഞു ശരിക്കും? കാരണം RCCയിലെ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടത്തി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായമാണ്, ഇനി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ടൊരു കേസ് നടന്ന് RCCയിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്നു. അപ്പം അവർക്ക് എന്താ അവർക്ക് സന്തോഷമാണ് എന്നെ കണ്ടേല്. എന്നെ എന്തായാലും ഫലം ഉണ്ടായല്ലോ എന്നുള്ളത് സന്തോഷമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, ഇനിയും എനിക്കിത് വരില്ല എന്ന് വിചാരിച്ച് ജീവിക്കരുത്, എപ്പോ വേണമെങ്കിലും വരാം, ഇനിയും വരാം. അപ്പൊ അങ്ങനെ വരുന്നതിന് നീ ഇനിയും നേരിടാൻ വേണ്ടി ഇനിയും നീ അത് ചിന്തിച്ചിട്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയും ആയല്ലോ, ഇനിയിപ്പൊ വരണത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ധൈര്യമായിട്ട് എനിക്കുണ്ട്. അപ്പൊ ഈ ചക്ര ഹീലിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ, കണ്ടിന്യൂ ആയിട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷമാണ് മുടിയൊക്കെ വളരുകയൊക്കെ ചെയ്തത്? അതിനുശേഷമാണ് മുടിയൊക്കെ വന്നത്. പക്ഷെ അപ്പൊ ഈ ഡോക്ടറോട് ചോദിച്ചപ്പോഴേ ഈ ടെസ്റ്റ് അവര് ചെയ്തില്ലേ RCCയിൽ? ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നമായപ്പോ എന്നെ ശ്രീചിത്രയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്താന്ന് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കിയപ്പോ റേഡിയേഷൻ ചെയ്തതില് ലെൻസിന് ചെറിയ ഒരു ചുരുക്കമുണ്ട്, അതാണ് ഉള്ളത്. അല്ലാണ്ട് പിന്നെ അലർജിന്റെ പ്രശ്നം എനിക്കുണ്ട്, അപ്പൊ അതുകൊണ്ട് വരുന്നതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതായത് ക്യാൻസർ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്, നമ്മൾ ആ സർജറി ഒന്നും ചെയ്തിട്ടില്ല, രോഗബാധ ഇല്ല ഇപ്പോൾ എന്ന് ഡോക്ടർമാർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. നമുക്ക് ധൈര്യമായിട്ടിരിക്കാമല്ലോ. ഡോക്ടർ പറഞ്ഞത് നിനക്ക് ആ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കില്ല, ആ ഒരു ബുദ്ധിമുട്ടുകൾ നിനക്ക് കാണും, അതൊന്നും എനിക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇപ്പൊ അതിനെ കുറിച്ച്. ബെഡിൽ നിന്ന് എങ്ങനെ എഴുന്നേക്കാൻ പറ്റിയത്? എത്ര ദിവസം ട്രീറ്റ്മെന്റിന് ശേഷമാണ്? 1 വർഷമൊക്കെ ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. ആരും ഹെൽപ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അമ്മയും പിന്നെ സിസ്റ്ററും ഒക്കെയാണ് ചെയ്തു തരിക, കൂടുതലും എല്ലാവരും അതെ. പിന്നെ എനിക്ക് നടക്കാൻ പറ്റാതായത് വന്നിട്ട് 3ാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമായിരുന്നു. എല്ലാം ഓക്കെ, കൗണ്ടൊക്കെ ഓക്കെ ഒക്കെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോ ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് 2 സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എണീച്ച് വരുമ്പോ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പിൽ വീഴാൻ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന്റെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ബാലൻസ് ചെയ്തായി പോകാൻ തുടങ്ങി. എനിക്ക് നിൽക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അവളെ പിടിച്ചിട്ട് കുറെ നടന്നു നോക്കി, പക്ഷെ എനിക്ക് പറ്റണില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ പോകണം, എനിക്ക് പറ്റണില്ല, നമുക്കിപ്പോൾ തന്നെ RCCക്ക് തിരിച്ചു പോകണം, ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓട്ടോയിൽ കയറുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അമ്മനെ പിടിച്ച് കയറി. ഞാൻ ആലത്തൂരിൽ നിന്ന് തൃശ്ശൂർ എത്തുന്ന ദൂരം ബസ്സിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എണീക്കാൻ മുമ്പ് എനിക്ക് എണീക്കാൻ കിട്ടില്ല, ഞാൻ വീഴാൻ പോവായിരുന്നു. ആ ഒരു ദൂരത്തിന്റെ ഇടയിലാണ് എൻ്റെ ലൈഫ് ഫുള്ള് പോയി. ഫുള്ളും അരയ്ക്ക് താഴോട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല, ഫുള്ള് പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഏട്ടൻ എടുത്ത് ബസ്സിൽ നിന്ന് എടുത്തിറക്കി, ഓട്ടോയിൽ കയറ്റി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കും ഏട്ടൻ എടുത്തിട്ടാണ് പോയത്. അപ്പൊ ടിക്കറ്റ് ഒന്നും ഞങ്ങൾ പെട്ടെന്ന് വരികയായിരുന്നില്ല, അപ്പൊ ടിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ TTRന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ശരിയാക്കി തരാം, വേഗം ഞങ്ങൾക്ക് ഇങ്ങനെ പോകണം, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ടിക്കറ്റ് ശരിയാക്കി തന്ന് അടുത്ത് വരുന്ന ആ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി പോയി. അവിടെ എത്തുമ്പോൾ ഭയങ്കര ലേറ്റായി. പക്ഷെ ട്രെയിനിലിരിക്കും, അവിടെ എത്തുമ്പോഴേക്കും കാലിൽ ഫുള്ള് നീരൊക്കെ വന്നു, തൊട്ടാ അറിയാത്ത വിധമായി. അങ്ങനെ പോയി രാത്രിയായി. ഞങ്ങളുടെ പിറ്റേ ദിവസം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം തന്നെ എന്നെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. പിന്നെ 10 ദിവസത്തോളം ഹോസ്പിറ്റലായിരുന്നു, ഇഞ്ചക്ഷനൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ഒന്ന് വാക്കറിലേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കീമോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നടക്കാൻ പ്രയാസമായി. പിന്നെ ഞങ്ങൾ വീൽ ചെയറിൽ തന്നെയായിരുന്നു നടക്കാൻ പറ്റും. ക്യാൻസറിന്റെ പ്രശ്നമായിരുന്നു അത്. നമുക്ക് കീമോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ഈ ചക്ര ഹീലിംഗ് തുടങ്ങുന്നതിന് ശേഷം തുടങ്ങുന്ന മുമ്പല്ലേ അത്? ക്യാൻസർ ട്രീറ്റ്മെന്റിലിരിക്കുമ്പോൾ RCCയിൽ ഇരിക്കുമ്പോഴായിരുന്നു.
പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, വാക്കറിലൊക്കെ ആയി, നടക്കാനൊക്കെ മെല്ലെ തുടങ്ങി. പക്ഷെ എന്നാലും ആ ഒരു പഴയ ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുഷ്പാഞ്ജലിക്കിടെ ഇപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ സ്റ്റിക്കിൽ നടക്കാം, എന്നാലും എനിക്ക് എന്റെ പേടിയാണോന്ന് അറിയില്ല, എന്നാലും എനിക്ക് ഒരു പേടിയുണ്ട്. വീണിട്ടുണ്ട് കുറെ പ്രാവശ്യം ഞാൻ നടന്നു നോക്കുമ്പോ. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട്. പിന്നെ ഒരുപാട് നേരം നിൽക്കുമ്പോ മുട്ടിനൊക്കെ ഭയങ്കര രണ്ടിനും. എന്തായാലും ഫൈറ്റ് ചെയ്യല്ലേ? ഫൈറ്റ് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ട് താങ്കളെ കാണുന്നു, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് ഡോക്ടേഴ്സ് ഇത്രയും സത്യം സാധാരണ രോഗിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്പം തന്നെ വീഴും, വേറെ അസുഖമൊന്നും ഇല്ലെങ്കിലും വീഴും. അപ്പൊ എന്തായാലും ആ വീഴ്ചയിൽ നിന്നൊക്കെ താങ്കൾ എണീറ്റ് നടന്നു തുടങ്ങി. അപ്പൊ ഇനിയും ആ കാര്യത്തിൽ മുന്നോട്ട് പോകും, അൺകോമൺ ആയിട്ടൊന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ്, ഒരു പോരാട്ടമാണ്, നമുക്ക് 1 കോടി അടിക്കാനുള്ള ഒരു പോരാട്ടം. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 രീതി മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടി പോവാം, പെട്ടെന്ന് അങ്ങ് പോവാം. 20 ചോദ്യങ്ങൾ വഴി 1 കോടി പതുക്കെയും പോവാം. നമുക്ക് ഏതാ 20 ക്വസ്റ്റ്യൻസ് അത് മതി അല്ലേ? അപ്പൊ 20 ചോദ്യങ്ങളിലൂടെ. അപ്പൊ നമ്മള് തുടങ്ങട്ടോ? റെഡിയാണല്ലോ? ടെൻഷൻ ഉണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടേട്ടനെ വന്നു കഴിഞ്ഞാൽ, കുട്ടേട്ട ഒരു കൊച്ചു ഡോക്ടറാണെന്ന് അറിയാലോ, അപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. കുട്ടേട്ടാ വെറുതെ നിൽക്കാതെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടൂ. ഓ, അത് കുഴപ്പമൊന്നുമില്ല, 110, അത് ഇഷ്യൂ അല്ല. നമുക്ക് കുട്ടേട്ടനെ ഒന്ന് പരിചയപ്പെടാം. കുട്ടേട്ടാ, പുഷ്പാഞ്ജലി ഹിയർ. പുഷ്പാഞ്ജലി, ഹലോ കുട്ടേട്ടാ. നമസ്കാരം പുഷ്പാഞ്ജലി. നമസ്കാരം കുട്ടേട്ടാ. താങ്കൾക്ക് ഇതിലും മനോഹരമായ ഒരു പേരുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ജലം എന്നൊരു പേര് കൂടി. ജലം? അതെ അതെ, ജലം. എന്റെ വീട്ടിൽ വിളിക്കുന്നവര് ജലം. അതെന്താ ജലം എന്ന് വിളിക്കാൻ കാര്യം? അതെനിക്കറിയില്ല, അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കണം. അമ്മ, എന്താണ് ഈ ജലം എന്നൊരു പേര്? അല്ല സാർ, 2 മക്കളല്ല, അപ്പൊ 2 പേർക്കും കൂടെ പേര് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പൊ ഗീതാഞ്ജലി പുഷ്പാഞ്ജലി ഇട്ടു. പിന്നെ വീട്ടിൽ വിളിക്കാനായിട്ട് ഗീതാഞ്ജലിക്ക് പൂജ എന്നിട്ടു. ഇവൾക്ക് പേര് കിട്ടിയില്ല, അപ്പൊ ഞാൻ ജലം ഇട്ടു. ഇത് പുഷ്പം ഇട്ടാ പറയുന്നത്, പൂജാ പുഷ്പം. ശരിയില്ല, അതപ്പൊ കിട്ടിയില്ലല്ലേ? അപ്പൊ കിട്ടിയില്ല. ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് എനിക്കൊന്ന് വെള്ളം കോരി കൊണ്ടിരുന്നപ്പോഴും കാണാം പേരിട്ടതാണോ? എന്നാലും അത് രസമായി. ജലം എന്നൊക്കെ വാട്ടർ അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റിൽ ചേർത്ത് തന്നെ. ഓക്കെ പുഷ്പാഞ്ജലി, എന്തായാലും പുഷ്പാഞ്ജലി നന്നായി മത്സരിക്കൂ. പുഷ്പാഞ്ജലിയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. കുട്ടേട്ടന് അവസാനം പുഷ്പാഞ്ജലിയുടെ കാര്യത്തിൽ ഒരു പ്രവചനമൊക്കെ നടത്തി വിടും. മിക്കവാറും അത് ശരിയായി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കട്ടോ? ഓക്കെ, 10,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ മോണിറ്റർ കയറി വരൂ. പുഷ്പാഞ്ജലി, ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അങ്ങോട്ട് നോക്കിക്കോളൂ, LED ആ വീഡിയോ തെളിയും. അപ്പൊ ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ. പ്ലേ. കേരളത്തിലെ ഏത് വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഈ റോവേ ഉള്ളത്? ഓപ്ഷൻ എ മലമ്പുഴ ഡാം, ഓപ്ഷൻ ബി അതിരപ്പള്ളി ഡാം, ഓപ്ഷൻ സി സൈലന്റ് വാലി, ഓപ്ഷൻ ഡി തേക്കടി. ഓപ്ഷൻ എ മലമ്പുഴ ഡാം. ഓപ്ഷൻ എ മലമ്പുഴ ഡാം. Are you sure? മലമ്പുഴ പോയിട്ടുണ്ടോ? ഇത് കയറിയിട്ടുണ്ടോ? അമ്മ ശരിക്കും ഇത് കയറിയിട്ടുണ്ടോ? വയ്യാതായതിനു ശേഷം ഞങ്ങൾ എടുത്ത് കയറ്റിയിട്ടുണ്ട് സാർ, അതിന്റെ മുകളിലേക്ക്. അയ്യോ, കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. രഹസ്യം ചോദിക്കട്ടെ, അമ്മ അത് കയറിയിട്ടുണ്ടോ? അമ്മ വിചാരിച്ചു വേറെ എന്തോ രഹസ്യം. അപ്പൊ ഓപ്ഷൻ എ മലമ്പുഴ ഡാം ഞാൻ പൂട്ടോ? ഓക്കെ, അപ്പം യു ആർ കറക്റ്റ്. അപ്പൊ 10,000 രൂപ ഈശയിലായി. ഓക്കെ, നല്ല വെച്ചടി കയറട്ടെ. നമുക്ക് അടുത്ത ചോദ്യം കൂടെ അങ്ങ് ചോദിച്ചാലോ? 20,000 രൂപയുടെ ചോദ്യമാണ്. 20,000 റുപ്പീസ്. മോണിറ്റർ കയറിവാ. അപ്പൊ അങ്ങോട്ട് നോക്കിക്കോളൂ, ഒരു സ്റ്റിൽ കാണാം. വരകാരിയല്ലേ? ആ വരകാരി കണ്ടോളൂ. അപ്പൊ കണ്ടല്ലോ, കണ്ണു നിറയെ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചോദ്യത്തിലേക്ക് വരാം. ഇനി പറയുന്നതിൽ ഏത് വസ്തുവുമായുള്ള രൂപസാദൃശ്യം മൂലമാണ് ഇത്തരം പെയിന്റ് ബ്രഷുകൾക്ക് ഇവയുടെ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ വിശറി, ഓപ്ഷൻ ബി വാഴയില, ഓപ്ഷൻ സി പുസ്തകം, ഓപ്ഷൻ ഡി കൂട. ഏകദേശം കിട്ടിയോ? അഗാധങ്ങൾ എന്നൊരു ഉത്തരം ഇങ്ങനെ ബുദ്ബുദം പോലെ പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓപ്ഷൻ എ വിശറി. ഓപ്ഷൻ എ വിശറി. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഓക്കെ, അത് കൊള്ളാം, സൂപ്പർ ആയിരിക്കുന്നു. ഓപ്ഷൻ എ വിശറി. അതിൽ തന്നെ വിശറിക്ക് കാറ്റ് വേണ്ട.
ഓപ്ഷൻ എ, അതൊരു നാടകത്തിന്റെ പേരാട്ടോ. വിശറി. വിശറിക്ക് കാറ്റ് വേണ്ട. KPSCയുടെ ഒരു പഴയ നാടകമായിരുന്നു. ഓക്കെ, ഓപ്ഷൻ എ വിശറി. ശരി ഉത്തരം. നീ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടോട്ട് വന്ന് ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ, ഓപ്ഷൻ എ വിശറി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. ഓക്കെ, അപ്പൊ 20,000 രൂപ കിട്ടി. നല്ല സമയമാ. 20,000. ഞാൻ കേട്ടതേ, പുഷ്പാഞ്ജലിയുടെ പേര് ആരോ കുറെ വസ്തുവൊക്കെ എഴുതി വെച്ചു, കുറെ പുരടൊക്കെ എഴുതി വെച്ചിരുന്നു. ആ പാലക്കാട് മൊത്തം എഴുതി വെച്ചിരുന്നു പറഞ്ഞു. പാലക്കാട് മൊത്തമല്ല, കുറച്ച് മുത്തശ്ശന്റെ പേരിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതി വെച്ചു. അതെന്നാ എഴുതി വെച്ചത്? മുത്തച്ഛൻ വലിയ ധനാഢ്യനായിരുന്നോ? ജന്മിയായിരുന്നോ? അല്ല, മുത്തശ്ശന് കുറച്ച് കുടുംബ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വത്തം ഉണ്ടായിരുന്നു. അതെന്തിനാ പുഷ്പാഞ്ജലിയുടെ പേര്? മുത്തച്ഛൻ ആരുടെ? അമ്മയുടെ അച്ഛനാണോ? അല്ല, അച്ഛന്റെ അച്ഛനാണ്. അച്ഛൻ്റെ അച്ഛനായിരുന്നു. അതെന്താ അദ്ദേഹം അങ്ങനെ എഴുതി വെക്കാൻ കാര്യം? അമ്മ പറയൂ. മുത്തച്ഛന് ഒരു തമാശ തോന്നിയാണ്. എഴുതി വെക്കാൻ, പക്ഷെ മോൾക്ക് വയ്യാലോ. അപ്പൊ പിന്നീട് അവൾക്ക് എന്തെങ്കിലും ആവുന്നു വിചാരിച്ച്, ഉപകാരം ആവുന്നു വിചാരിച്ച് എഴുതി വെച്ചത്. ഒരുപാട് ഏക്കർ ഉണ്ടായിരുന്നോ? ഇല്ല, കുറച്ച്. പിന്നെ അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സ്വത്ത് കിട്ടിയതില് ബന്ധുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ബന്ധുക്കൾക്ക് പ്രശ്നം മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ഏട്ടന്മാർക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അവര് ഞാൻ ജനിച്ചു വളർന്നപ്പോ മുതല് കാണുന്നത് ഇവര് തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വഴക്കാണ്. മുത്തശ്ശന് ഈ വസ്തു സമ്പാദ്യം ഇതിന്റെയൊക്കെ പേരിലാണോ? അവർക്ക് ഇത് വേണം, ഷെയർ വേണം എന്നുള്ളതാണ്. പക്ഷെ മുത്തശ്ശന് അനാവശ്യം പറയും, അടിക്കും ഒക്കെ ചെയ്യും. അപ്പൊ മുത്തശ്ശന് ഇപ്പൊ ആരായാലും സ്വന്തം മക്കളാണെങ്കിലും അവരിനെ ഉപദ്രവിക്കുമ്പോ അവർക്കൊന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അതേ മുത്തശ്ശൻ ചെയ്തുള്ളൂ. പക്ഷെ ഇവര് അവരോടുള്ള ദേഷ്യത്തിനാണോ മുത്തശ്ശൻ എഴുതി പുഷ്പാഞ്ജലിയുടെ പേര് വെച്ചത്? ദേഷ്യത്തിനാണോ ചോദിച്ചാൽ എനിക്കറിയാം. മുത്തശ്ശന് ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ വയ്യാതായ പിന്നെ കൂടുതൽ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ പേരിൽ എഴുതി വെച്ചു. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുക്കാ, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുത്തശ്ശന് ഭയങ്കര വാശിയായിരുന്നു, എന്റെ പേരിൽ തന്നെ അത് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാലോ എന്നുള്ളതിൽ എന്റെ എഴുതി വെക്കുകയായിരുന്നു. പക്ഷെ അത് അവർക്കൊന്നും ഇഷ്ടമല്ല. എന്നോട് ദേഷ്യം. ഞങ്ങൾ പിന്നെ വഴക്കൊക്കെ ആയിട്ടുണ്ട്, ഇതിന്റെ പേരിൽ വഴക്കായിട്ടുണ്ട്. വീട്ടിൽ വന്നില്ലെങ്കിലും റോഡും വീടും തമ്മിൽ അത്ര ഗ്യാപ്പേ ഉള്ളൂ, കുഞ്ഞു ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ റോഡിൽ വന്ന് നമ്മൾ അനാവശ്യം പറഞ്ഞാൽ നമുക്ക് ബുദ്ധിയുള്ളവർക്ക് അറിയാലോ, നമ്മളെയാണ് പറയണതെന്ന് അറിയാലോ. അപ്പൊ അവർ അനാവശ്യം പറയും, എന്നെ പറയും, അമ്മനെ പറയും, എല്ലാവരുടെയും പറയും, അനാവശ്യം പറയും. ഭയങ്കരമായിട്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. നമ്മള് എന്താ പറയാ, നമുക്കത് കേട്ട് നിൽക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കരമായിട്ട് മോശമായിട്ട് അവര് പറയും. അവർക്ക് ആവശ്യമൊന്നേ ഉള്ളൂ ഈ വസ്തു തിരിച്ചെഴുതി തരണം. പക്ഷെ അവര് മുത്തശ്ശനെ നോക്കാനോ വന്നിട്ടില്ല. മുത്തശ്ശി ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് അച്ഛനും അമ്മയും ആണ് നോക്കിയത്. അമ്മയാണ് മുത്തശ്ശിന്റെ കാര്യം നോക്കിയത്. ഇവരുടെ ഭാര്യമാരോ ആരും വന്നിട്ടില്ല. വിളിക്കുമ്പോഴും അവര് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു പോവല്ലാണ്ട് ഇവര് നോക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ഈ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളെ ഇട്ടിട്ടാണ് അമ്മ മുത്തശ്ശിയുടെ കൂടെ പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുക. അപ്പോഴും ഇവരാരും ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നിട്ടില്ല. അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഒരു വയ്യാതെ കിടക്കുന്ന ഒരാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ കുഞ്ഞു കുട്ടികൾ, ഞങ്ങൾ രണ്ടുപേരും ചെറുതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കാര്യം നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പുഷ്പാഞ്ജലിക്ക് അസുഖം വന്നപ്പോൾ ഇവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? എല്ലാം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ അസുഖം വന്നത്. ഇനിയും അനുഭവിക്കും, ഇതിൽ കൂടുതൽ അനുഭവിക്കും. പിന്നെ നടക്കാതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ആയതിനെ പറ്റിയിട്ടാണ് അവര് പറയുന്നത്. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ നിരങ്ങും, നീ എഴയും, ഇതിലും വെച്ച് ഭയങ്കര മോശമായിട്ട്. ഞാൻ മരിച്ചു പോണത് വരെ അവർക്ക് സന്തോഷമായിട്ട് തോന്നണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു വിട്ടപ്പോൾ ഇതെന്തെങ്കിലും ചെയ്ത് നമുക്ക് സർജറി ചെയ്ത് മാറ്റാന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ അത് ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആരോ പരിചയം വഴി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചപ്പോൾ അവര് പറഞ്ഞു നമുക്ക് നോക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞപ്പോൾ അവര് പൈസ എന്തായാലും ആവുമല്ലോ ട്രീറ്റ്മെന്റ് സർജറി ഒക്കെ ആവുമ്പോൾ. അപ്പൊ ഏട്ടൻ 10ൽ പഠിക്കുകയാണ്. അപ്പോ ഒരാള് വലിയച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ അവിടെ നിൽക്കുമ്പോൾ ഏട്ടൻ പോയിട്ട് അപ്പൊ ഈ പ്രോപ്പർട്ടി ഒന്നും എന്റെ പേരിലില്ല. ചോദിച്ചപ്പോ അയാള് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏത് സ്ഥലം അതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങള് ഒറ്റയ്ക്ക്. അപ്പൊ അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഞങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചോദിച്ചപ്പോ അതൊക്കെ വന്നവരൊക്കെ അനുഭവിക്കുകയാണ്, ഇതിൽ കൂടുതൽ അനുഭവിക്കും, എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണോണ്ട് ഇതിൽ കൂടുതൽ വരും, അങ്ങനെയൊക്കെയാണ് അവർ പറയണത്. വിഷമായോ പുഷ്പാഞ്ജലിക്ക്? ഞാൻ കേട്ടില്ല, അമ്മ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഏട്ടനെ വിളിച്ചു, നീ അതൊന്നും ചോദിക്കണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ, പുഷ്പാഞ്ജലിയുടെ പഠനം മുടങ്ങിയോ? അപ്പൊ അതോടെ മുടങ്ങി. പിന്നെ പഠിക്കാൻ പറ്റിയോ? പിന്നെ പഠിക്കാൻ പറ്റിയില്ല. 8ൽ പഠിക്കുമ്പോഴായിരുന്നു വയ്യാതായത്. ഒരു ഓണത്തിന്റെ ആ സമയത്ത്, ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടില്ല.
പിന്നെ സ്കൂളിലും എന്താ പറയാ, എന്നെ അവിടെ നിർത്താനും അവിടെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. HMന് ഭയങ്കര നിർബന്ധമായിരുന്നു എന്നെ പുറത്താക്കണം. റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ റിസ്ക് എടുത്തിട്ട് അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അതായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനിത് അവിടത്തെ ഒരു ടീച്ചറും മാഷും എന്റെ അടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത്. അവരൊരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി. അവര് പറഞ്ഞിട്ട് കേൾക്കണില്ല, ആര് പറഞ്ഞിട്ടും കേൾക്കില്ല. നിന്നെ പുറത്താക്കണം തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരങ്ങനെയാ പറയണത്, പുറത്താക്കണം. ഈ നിങ്ങൾ അതിനിടയ്ക്ക് ഒരു വീട് മാറിയല്ലോ, അപ്പൊ ഈ വീട് മാറിയത് ഈ ബന്ധുക്കളുടെ ശല്യം കൊണ്ടാണോ അതോ? അത് ഒരു ദിവസം ഞങ്ങള് എന്റെ പേരിൽ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ അനാവശ്യം പറയല് എപ്പോഴും ഉണ്ട്. അപ്പൊ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തു. അപ്പൊക്കെ ഒത്തുതീർപ്പാക്കി. നമ്മള് വലിയ പ്രശ്നമാക്കണ്ട എന്നുള്ള മൈൻഡിൽ വിട്ടു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരു വൈകുന്നേരം ആ സമയത്ത് ഇരിക്കുവായിരുന്നു. അവര് വന്നിട്ട് ഭയങ്കരമായിട്ട് അനാവശ്യം പറയാ. നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിക്ക് ഭയങ്കരമായിട്ട് അനാവശ്യം പറയാം. നീ ഇറങ്ങി വാടി, നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെയൊക്കെ ഭയങ്കര ഭീഷണിയൊക്കെ പോലെ എനിക്ക്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് വിഷമം പോയി. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മളെ പറയുമ്പോൾ ഒരു ഇതുണ്ടാവും. നമ്മളായിട്ട് സ്വന്തമായിട്ട് പിടിച്ചു വാങ്ങിച്ചൊന്നുമല്ല. അച്ഛന്റെ ഇഷ്ടപ്രകാരം എനിക്ക് എഴുതി തന്നതാ. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. തല കറങ്ങണ പോലെയൊക്കെ തോന്നി. പെട്ടെന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഞാൻ അങ്ങനെ മയങ്ങി വീണു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വിളിച്ചിട്ടൊന്നും മിണ്ടാതെ. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ആക്കിയിട്ട്, അപ്പൊ എന്റെ മേമന്റെ മോനും അമ്മയും അവളോ കൂടി ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ എന്നെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. എന്നിട്ട് അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പരാതിക്ക് ഒരു റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല, ഒരു റിയാക്ഷനും ഇല്ല. പാലക്കാട് പോലീസാണോ? ആലത്തൂർ പോലീസ്. ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ പിന്നെ നമ്മള് സഹായമായിട്ട് പോണവിടെ നമുക്കൊരു ഒന്നും പ്രതീക്ഷിക്കാൻ സഹായം കിട്ടുന്നില്ല അല്ലേ? ഒന്നും കിട്ടാതെ ആവുമ്പോ പിന്നെ നമ്മൾ ഇനിയും അതിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലുത് ഞാനാണ്, വീട്ടിലുള്ളവർക്ക് വലുത് ഞാനാണ്. അപ്പൊ അവര് പറയണത് ഞങ്ങളെ കുടുംബ വീട്ടിലായിരിക്കണം, തറവാട്ടിലായിരിക്കണം. അപ്പൊ ഇതിന്റെ ഷെയറും അവർക്ക് വേണം. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ പറയണതെല്ലാം നിങ്ങൾ കേൾക്കണം. നമ്മൾക്ക് പോവാൻ വേറെ സ്ഥലമില്ലല്ലോ. നമ്മളിപ്പോ എന്നെയും കൊണ്ട് പോവാ, പിന്നെ അച്ഛന്റെ പന്തലിലെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ മാറ്റി വേറൊരു വീട്ടിലേക്ക് പോവാ പറഞ്ഞാൽ അവര് വിചാരിച്ചു ഒരിക്കലും പോവില്ല, നിങ്ങൾ വെറുതെ പോവാ പറയാണ്ട് പോണില്ലല്ലോ, ഇവിടെ തന്നെ കിടക്കാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോ പിന്നെ എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി ടെൻഷൻ ആകുമ്പോ ഇങ്ങനെ വയ്യാതാവണ തുടങ്ങിയപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറാന്ന് പറഞ്ഞു. ആദ്യം വീടൊക്കെ നോക്കിയപ്പോ ശരിയായില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അത്രയും ബുദ്ധിമുട്ടിൽ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു വീട് ശരിയായപ്പോ ഞങ്ങൾ പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ടായിരുന്നു. പഴയ വീട് തന്നെയാണ്, ഓട് വീട് തന്നെ. എന്നാലും ഇപ്പൊ ഞങ്ങൾ അവിടെ ഹാപ്പിയാണ്, സന്തുഷ്ടരാ അല്ലേ? ആ സന്തോഷത്തിൽ നമുക്ക് മതിമറക്കാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 30,000 രൂപയുടെ ചോദ്യം, 30,000. മോണിറ്റർ കെറിവ. പുഷ്പാഞ്ജലിയുടെ ചോദ്യം ചോദിക്കുന്നതിന് പകരം മനോഹരമായ ഒരു ഗാനം കേൾപ്പിച്ചെന്നാലോ? പ്ലേ 30,000 രൂപയുടെ ചോദ്യമാണ്, മറക്കണ്ട. 30,000. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോകാറുണ്ടോ? അതിലൊക്കെ വളരെ സജീവമായി കേൾക്കുന്ന ഒരു പാട്ടാണിത്. എവിടെ പിടി കിട്ടിയല്ലേ? ചെറിയൊരു പിടി കിട്ടി. നമുക്ക് നോക്കാം. ചോദ്യത്തിൽ കിടക്കാണ്. ഏത് ചിത്രത്തിൽ വന്നതോടെയാണ് ഈ ഇറാനിയൻ ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമായത്? ഓപ്ഷൻ എ ജയിലർ, ഓപ്ഷൻ ബി KGF 2, ഓപ്ഷൻ സി അനിമൽ, ഓപ്ഷൻ ഡി ജിഗർദണ്ഡ XX. ആലോചിച്ച് ഉത്തരം പറയണം. 30,000 രൂപയുടെ കേസാണിത്. ഓപ്ഷൻ സി പൂട്ടാമോ? ഞാൻ പൂട്ടും, എനിക്ക് യാതൊരു ദാക്ഷിണ്യമില്ല കാര്യത്തിൽ. ഓപ്ഷൻ സി ഏതാണ്? ഓപ്ഷൻ സി അനിമൽ. ഞാൻ പൂട്ടോ? പൂട്ടി. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത് നോക്കാം. വിജയിച്ചാൽ 30,000, തെറ്റിയാൽ വെറും 2,000 റുപ്പീസ്. ഓക്കെ, അത് മുതൽ നഷ്ടമല്ലേ? ഓക്കെ, ഇപ്പൊ കാശിന് ഒരുപാട് ആവശ്യമില്ലേ? ആവശ്യമൊക്കെ ഉണ്ട്. ആ സ്വത്തൊക്കെ അവിടെ കിടക്കല്ലേ? അതിലേക്ക് ഞാൻ നോക്കുന്നില്ല. നമ്മൾക്ക് വേണ്ട നമ്മൾ ഉണ്ടാക്കിയ മതി. ഓക്കെ, ഓപ്ഷൻ സി അനിമൽ. താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ കറക്റ്റ്. 30,000 രൂപ കൈ കിട്ടിയിരിക്കുന്നു. 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 40,000. മോണിറ്റർ കെറിവ. അപ്പൊ 40,000 റുപ്പീസിന്റെ ചോദ്യമാണ്. പ്രശസ്തമായ കുനിശ്ശേരി കുമ്മട്ടി ഇനി പറയുന്നതിൽ ഏത് മലയാള മാസത്തിലാണ് നടക്കുന്നത്? ഓപ്ഷൻ എ ഇടവം, ഓപ്ഷൻ ബി ചിങ്ങം, ഓപ്ഷൻ സി മേടം, ഓപ്ഷൻ ഡി ബീനം. താങ്കള് കുനിശ്ശേരിക്കാരിയല്ലേ? അല്ലേ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഏതാ? കുനിശ്ശേരി മീനമാസം. ആ, അവിടെ അമ്മയിലും തല വിളിക്കോ?
കൈയോടെ പിടിച്ച് അമ്മയെ കൈയോടെ പിടിച്ച് കോപ്പി എഴുതിന് 3 മാസം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി മീനം. മീനമാസത്തെ പുണർന്നാളിലാണ് ഈ ഡി ശരി ഉത്തരം. ആ അമ്മ പറഞ്ഞത് കറക്റ്റ്. പറഞ്ഞില്ലല്ലോ ഇല്ല അമ്മ ഇങ്ങനെ ഒന്ന് കാണിച്ചല്ലേ? എന്താ അമ്മ ആംഗി കാണിച്ചെന്തായിരുന്നു? ശരിയാണ്. ഓക്കെ, അമ്മ ആൾ പിടിക്കല്ലേ. അപ്പൊ 40,000 രൂപ കൈ കിട്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ ആ ഇടപാട് തീർത്തേക്കാം. 40,000 രൂപ. ഓക്കെ, 1 2 3 4. ഇത് കൃത്യമായിട്ട് 1 2 3 4. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതുകൊണ്ട്? അമ്മയ്ക്ക് കൊടുക്കും. അമ്മ എന്താ ചെയ്തേ? അമ്മയ്ക്ക് കൊടുക്കും, അച്ഛന് കൊടുക്കത്തില്ല, അങ്ങനെയാണോ? അല്ല, രണ്ടുപേർക്കും കൂടിയാ. ഓക്കെ, റെഡി. അപ്പൊ 40,000 കയ്യിലായല്ലോ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താ അറിയോ? താങ്കളുടെ ധൈര്യമാണ്. വിവരമുള്ളവർ പറയത്തില്ലേ, നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നതിന് കഥ പോലെ തോന്നും, പക്ഷെ അത് അനുഭവിച്ചാലേ അറിയൂ. വേറെ പറഞ്ഞ ഗാലറി ഇരുന്ന് കളിയാണ് നല്ലതാ, പക്ഷെ ഇറങ്ങി അടിക്കുമ്പോഴായിരിക്കും വിവരം അറിയുന്നത്. പക്ഷെ ആ കളിക്കളത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ശക്തിയോടെ കളിക്കുന്ന ഒരാളിനെ ചില ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ താങ്കളൊരു പോരാളിയാണ്. പാലക്കാട് കുനിശ്ശേരിക്കാരി. കുനിശ്ശേരി എന്ന് ഒരു ഗ്രാമമാണോ നഗരമാണോ? നഗരം എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമത്തിലെ നഗരത്തിന്റെ മധ്യയാണോ? അങ്ങനെ പറയാം. ഒരു വരമ്പേ കൂടെ ഒക്കെ ചെന്ന വരമ്പുണ്ട്, റോഡുണ്ട്. എന്റെ കുനിശ്ശേരി എന്തൊക്കെ സംഭവിക്കുമെന്തോ. അപ്പോ കുട്ടേട്ടന്റെ AI തന്ത്രത്തിലൂടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയിലൂടെ കുട്ടേട്ടൻ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് എന്റെ ചെവി പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്കൾ ഒരിക്കൽ ഇത്രയും ധൈര്യശാലിയായ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തുകൊണ്ട്? എന്തിന്? എന്തുകൊണ്ട്? ആര് വിലക്കി? ആര് വിലക്കിയതല്ല. എത്രാമത്തെ വയസ്സിലത്? ഏജ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ വയ്യാതായതിനു ശേഷം തന്നെയാണ്. ഒരു ജീവിതം മടുത്തിട്ടാണോ? അത് തന്നെയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, കിടപ്പല്ല, ഞാൻ വാക്കിംഗ് സ്റ്റിക്കിലേക്കൊന്നും ആയിട്ടില്ല. അമ്മ എന്നെ നടക്കണമെങ്കിൽ രണ്ടുപേര് പിടിക്കണം. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, പഠിക്കാനൊന്നും പറ്റണില്ല, എനിക്കൊന്നും പറ്റണ, ഞാൻ വിചാരിക്കണ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല. അമ്മന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഞാൻ കാരണം അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല. അമ്മ എന്നെ വിട്ടിട്ടൊന്നും പോവില്ല. ആദ്യം അമ്മ എപ്പോഴും വീട്ടിൽ തന്നെ, ഒരു കാര്യത്തിനും ഫംഗ്ഷനോ ഒന്നും അമ്മ പോവില്ല. അപ്പൊ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി എന്താ മുന്നോട്ടുള്ള ജീവിതം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒരു ദിവസം കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കൈവച്ചിങ്ങനെ ഇരുന്നു, കുറെ കരഞ്ഞു. അത് പിടിച്ചിരുന്ന് കുറെ കരഞ്ഞു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇവരുടെ വിട്ടു പോകാനുള്ള പേടി എനിക്കുണ്ട്. പക്ഷെ എന്നാലും ജീവിക്കണോ എന്നുള്ള ചിന്തയുണ്ട്. നമ്മ ജീവിച്ചിട്ട് ഇനി എന്ത് ആവാനാണ്? ഇതുവരെ ഏതാണ്ട് മരിക്കണം തീരുമാനിച്ചിട്ടാണോ ഈ ടാബ്ലറ്റ് കയ്യിലെടുത്തത്? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കണം എന്നേ ഉണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട്. അവർക്ക് ചിലപ്പോ, അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ കാരണം ഉണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ട് എന്നോട്. ഒന്നും നമ്മൾക്ക് ചെയ്യാനും പറ്റണില്ല, അവർക്കൊന്നും ചെയ്തു കൊടുക്കാനും പറ്റണില്ല. ഭയങ്കര ഒരു ഒന്നിനും പറ്റാത്തൊരവസ്ഥയായപ്പോ ഇനി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് കയ്യിൽ എടുത്തു വെച്ചിട്ട് ഇരുന്നു. കുറെ നേരം ഞാൻ കരഞ്ഞു എടുത്തിരുന്നു വെച്ച്. അപ്പൊ അമ്മ കിടക്കുമായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എനിക്ക് ഏട്ടൻ വിളിച്ചു. ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കോൾ എടുത്തിട്ട് ഏട്ടൻ ചോദിച്ചു, എന്താ നിന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കണ, എന്താ വയ്യേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ വിളിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പിന്നെയും ജീവിതത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ അത് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നല്ല കാര്യം, നല്ല കുട്ടി. അമ്മയ്ക്ക് അറിയാമായിരുന്നോ ഇത്? എന്നിട്ട് ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അമ്മയ്ക്ക് വിഷമായില്ലേ കേട്ടപ്പോ? അതെ, കഷ്ടപ്പെട്ടിട്ട് അവള് ചെയ്തു കഴിഞ്ഞാ പിന്നെ നമ്മള്. അതെ അമ്മ എന്താ പറഞ്ഞപ്പോ? ഞങ്ങള് ജീവിക്കുന്നവരെ എനിക്കൊരു കുറവും വരുത്തില്ല. ഞങ്ങൾക്ക് ആവുന്നത് ഞങ്ങള് ചെയ്തു തന്നിരിക്കും. പിന്നീടുള്ള കാര്യമല്ല, അത് നമുക്ക് പിന്നെ ഉറപ്പ് കൊടുത്തു. ഓക്കെ, നന്നായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 50,000. പക്ഷെ ഇവിടെ അല്ല കളി നടക്കുന്നത്. ഒന്ന് പിടിച്ചിരുന്നുള്ളൂ. നമ്മുടെ കുട്ടേട്ടൻ നമ്മളെ മേളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ, താങ്കളെ ആകാശമൊക്കെ ഒന്ന് കാണിക്കാൻ. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 2. പേടിച്ചു പോയോ? ഓക്കെ, ഇതിന്റെ അപ്പുറം കണ്ട ആളല്ലേ? പിന്നെന്തോന്ന്? മോണിറ്റർ കേറി വരൂ. ഞാൻ വീണ്ടും ഒരു ഓഡിയോ കേൾപ്പിച്ചു തരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചെവിയുടെ കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാ? നല്ലതുണ്ട്. സൂപ്പർ ചെവിയാണോ? സൂപ്പർ ചെവിയാ. ഓക്കെ, പ്ലേ. ഇനി ചോദ്യത്തിലേക്ക് വരുന്നു. ആരുടെ പ്രസംഗമാണ്
2024 ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ ഗാനത്തിൽ കേൾക്കാനാവുന്നത്? ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി മേനകാ ഗാന്ധി, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി കനയ്യകുമാർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആരാണ്? നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ശബ്ദമാണോ ഈ കേട്ടത്? ആ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശബ്ദമാണോ ഈ കേട്ടത്? അതെ അതെ ആണ്. എനിക്ക് സംശയമുണ്ട്. ഐ അല്ല. സ്ട്രോങ്ലി ഡിഫർ. അല്ല, സി തന്നെ. ആണോ? ആ അത് തന്നെ. അതെ. പിന്നെ അല്ല, അല്ല. ഉത്തരം ശരിയാണ്. അബണ്ടൻസ് ഇൻ മില്ലറ്റ് അവാർഡിനിടയിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണ ശകല മന്ത്രി, അദ്ദേഹത്തിന്റെ പ്രസംഗം. ഓക്കെ, അപ്പൊ കേട്ട ഉടനെ മനസ്സിലായി അല്ലേ? അപ്പൊ 1,00,000 രൂപ കൈ കിട്ടി. 50,000. ഈ ഗോട്ട് 50,000 rupees. ഹാപ്പി ആയോ? ഹാപ്പി. ബോസ്, കുട്ടേട്ടാ, പുഷ്പാഞ്ജലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ കുസൃതിയായിരുന്നു എന്നും താങ്കളെ കോപ്പിയടിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? അതെ, സഹായിക്കാന്നല്ല, ആ ഞാൻ കോപ്പി അടിച്ചത് പിടിച്ചതാ. അധ്യാപിക പിടിച്ചു. പിടിച്ചു. ആ, അത് എത്രാം ക്ലാസ്സിലായിരുന്നു മഹാസംഭവം നടന്നത്? ഒരു 7-ലൊക്കെ പഠിക്കുമ്പോഴാ. കുട്ടിക്കാലത്ത് തുടങ്ങി കോപ്പിയടി. നന്നായി. കാര്യം എല്ലാം നമ്മൾ നേരത്തെ തുടങ്ങണം. അതെ. ആ. അപ്പൊ എനിക്ക് ഹിന്ദി അധികം വരില്ല. ആ. അപ്പൊ ഞാൻ ഫ്രണ്ടിന്റെ നോക്കിയിട്ട് എഴുതുമായിരുന്നു. ആ. ടീച്ചർ ഇങ്ങനെ വന്ന് ബാക്കിൽ തൊടുന്നുണ്ട്. ആ. ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. 1-2 പ്രാവശ്യം തൊട്ടു. അപ്പൊ ഞാൻ വേണ്ട, തൊടണ്ട, ആരോ എന്റെ അടുത്ത് ചോദിക്കാനാണ് വേണ്ടി ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ടീച്ചർ വന്നിട്ട്, പുഷ്പാഞ്ജലി നിനക്ക് എക്സാം പാസ്സാവാനുള്ള അയഞ്ഞ് നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി. ടീച്ചറാണ് ബാക്കിൽ വന്ന് തൊടുന്നത്, നമുക്ക് അറിയില്ലല്ലോ. പാസ്സാവാനുള്ള മാർക്കായി നിർത്തിക്കോ. മഹാമനസ്കയാണ് ആ ടീച്ചർ. അതുകൊണ്ട് അന്ന് ആ ഹിന്ദി എക്സാമിൽ പാസ്സായി. ഹിന്ദി പാസ്സായി. ആ ടീച്ചർക്ക് നമോവാകും. ഇങ്ങനെയൊക്കെ വേണം കുട്ടികളെ സ്നേഹിക്കാൻ, അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാലോ, 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 60,000. മോണിറ്റർ കെറിവാ. രൂപയുടെ ചോദ്യമാണ്. ഇനി പറയുന്നവയിൽ ഏത് മൃഗത്തിന്റെ കൂട്ടമാണ് മരുഭൂമിയിൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന കാരവൻ എന്ന വാഹനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഒട്ടകം, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി കടുവ, ഓപ്ഷൻ ഡി തിമിംഗലം. ഓപ്ഷൻ എ ഒട്ടകം. ഓപ്ഷൻ എ ഒട്ടകം. കേൾക്കുന്നില്ല. ഒട്ടകം. കേട്ടില്ല. ഒട്ടകം. ആ, ഇപ്പൊ കേട്ടു. അമ്മ കേട്ടായിരുന്നു അവിടെ? അമ്മ എന്താ കേട്ടത്? ഒട്ടകം. ആ, കറക്റ്റ് ആണല്ലോ. അമ്മ കേട്ടത് ഒട്ടകമാണല്ലോ, ഞാൻ കേട്ടത് ഒട്ടകമാണ്. അപ്പൊ ഒട്ടകമാണോ എന്റെ ശരി ഉത്തരം? അതെ. Are you sure? നീ മേലും കീഴ് നോക്കണ്ടല്ലോ. ഇല്ല ഇല്ല, ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കൈ കിട്ടി. പുഷ്പാഞ്ജലിക്ക് ഇപ്പം പൈസ ആവശ്യമുള്ളത് സ്വന്തമായിട്ട് വീട് വേണം, അതെ, ചികിത്സയ്ക്ക് പൈസ ആവശ്യമുണ്ട്. പിന്നെന്തിനാ? പിന്നെ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ വയ്യാതിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ഓക്കെ, ആരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ആ, വഴക്കുണ്ടാക്കാൻ വന്ന ബന്ധുക്കളെയാണോ? അവരെയല്ല. ആ, ഇങ്ങനെ അവര് പിന്നെ നിങ്ങൾ വീട് മാറിയ ശേഷം വഴക്കുണ്ടാക്കാൻ വന്നോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഇല്ല. ഞാനൊരു സ്വകാര്യം ചോദിച്ചാൽ എന്നോട് ടെൻഷൻ ആവുമോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. അമ്മയ്ക്ക് കേൾക്കെ ചോദിക്കാമോ അത്? അമ്മയ്ക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ചോദിക്കാം. പുഷ്പാഞ്ജലിക്ക് ഒരു പ്രണയമുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആരോടാണ് ഇഷ്ടം? അത് ഞാൻ ഇപ്പൊ പറയണില്ല. ഉണ്ട്. ഒരാളോട് ഇഷ്ടമുണ്ട്. ആ, പുള്ളിക്കാരൻ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. അപ്പൊ എന്താ നിങ്ങളുടെ പരിപാടി? കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അത് എപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്? അതോ പുഷ്പാഞ്ജലി അങ്ങോട്ട് കയറി പറഞ്ഞാണോ? ഞാൻ പറഞ്ഞതാ. ആ, പറയാനുള്ള സാഹചര്യം നിങ്ങൾ നിരന്തരം കാണുന്നവരാണോ? അറിയാം, പരിചയമുണ്ട്. അപ്പൊ എനിക്കിത് ഒരു കൂട്ട ആവശ്യമാണെന്ന് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒറ്റയടിക്ക് ചോദിച്ചോ കല്യാണം കഴിക്കാൻ പോകുന്നു? അങ്ങനെ ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കാൻ പറ്റുമോ? മിസ്റ്റർ വരൂ, എന്നെ ഒന്ന് കല്യാണം കഴിക്കാമോ? അങ്ങനെയല്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടാ ചോദിച്ചു. മെസ്സേജ് അയച്ചു. അങ്ങനെയല്ല, എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തത്ര അത്യാവശ്യം നാളെ ചോദിച്ചോ? അങ്ങനെയൊന്നും ചോദിച്ചില്ല. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയോട് എപ്പോഴാ അത് പറഞ്ഞത്? അമ്മയോട് പറഞ്ഞായിരുന്നു ഇത്? അമ്മയ്ക്ക് വിഷമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ ഇങ്ങനെ ഒരാളിനെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതെ അതെ അതെ. കുറെ കാലം ആലോചിച്ചോ? കുറെ കാലം ആലോചിച്ചില്ല, കുറച്ചൊരാഴ്ചയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നീ എങ്ങനെയാണെങ്കിലും ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സന്തോഷം. നമുക്ക് കൂട്ടിനൊരാളുള്ള നല്ലതല്ലേ? അത് തീർച്ചയായിട്ടും വേണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ആ ഒരു നല്ല അന്തരീക്ഷത്തില് എന്താ കുട്ടേട്ടന് വേണോ? പെണ്ണും കുട്ടികളെ വല്ലതും വേണോ? വേണ്ട. പുഷ്പാഞ്ജലിയുടെ വിവാഹം 2026 ഫെബ്രുവരി മാസത്തിൽ നടക്കാം എന്നാണ് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചതും ഈ സമയമാണോ? ഫെബ്രുവരി തന്നെ നടക്കണമെന്നില്ല,
നമ്മൾ ഫിനാൻഷ്യലി അല്ല കുട്ടേട്ടന്റെ പ്രവചനമാണ്. ഓക്കെ ഓക്കെ 2026 ഫെബ്രുവരിയില് അത് നടക്കും എന്ന് കുട്ടേട്ടൻ പറയുന്നു. നടന്നില്ലേ കുട്ടേട്ടന്റെ വീട് കയറി അടിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. അപ്പോ മോണിറ്റർ കേറി വാ. അപ്പൊ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകുന്നു. കാര്യം 1 കോടി എത്തണ്ടേ നമുക്ക്? 70,000 രൂപയുടെ ചോദ്യം ഇതാണ്. ഏത് ഫുട്ബോൾ താരമാണ് ലോസ് പ്രൊട്ടക്ടേഴ്സ് എന്ന അർജന്റീനിയൻ ടെലിവിഷൻ സീരീസിൽ അഭിനയിച്ച് അരങ്ങേറ്റം കുറിച്ചത്? ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓപ്ഷൻ ബി ലയണൽ മെസ്സി, ഓപ്ഷൻ സി കിലിയൻ എംബാപ്പെ, ഓപ്ഷൻ ഡി എർലിംഗ് ഹാലൻഡ്. തെറ്റിയാൽ 6,000 രൂപ, പിന്മാറിയാൽ 30,000 രൂപ. 3 പിടിവള്ളി ബാക്കിയുണ്ട്. 2 പിടിവള്ളി കുട്ടേട്ടന്റെ, 1 പിടിവള്ളി കുടുംബത്തിന്റെ. പിടിവള്ളി എടുക്കണം. ആരുടെ വേണം? കുട്ടേട്ടന്റെ. വിളിച്ചു പറഞ്ഞു കുട്ടേട്ടനോട്. കുട്ടേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും സഹായിക്കാം പുഷ്പാഞ്ജലി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ലയണൽ മെസ്സി, ബി എർലിംഗ് ഹാലൻഡ്. അപ്പൊ 2 പേരേ ഉള്ളു ഇനി. ലയണൽ മെസ്സി ഉണ്ട്, എർലിംഗ് ഹാലൻഡ് ഉണ്ട്. ഇതിൽ ആരായിരിക്കും സാധ്യത? ഓപ്ഷൻ ബി. എന്നോട് ചോദിച്ചാ ഓപ്ഷൻ എ, ഞാൻ അങ്ങോട്ട് ചോദിക്കും. കറക്റ്റ് ഉത്തരം പറയൂ കുട്ടി. ഓപ്ഷൻ ബി. പൂട്ടോ. ആരാ ഓപ്ഷൻ ബി നിൽക്കുന്ന ഇപ്പോ? ലയണൽ മെസ്സി. മെസ്സിയോടാണോ സ്നേഹം? അങ്ങനെ കളി കാണാറുണ്ടോ? ഇല്ല. ഓക്കെ, സാരമില്ല, അത് വലിയൊരു അപരാധമല്ല. ഓക്കെ, ഓപ്ഷൻ ബി ലയണൽ മെസ്സി. പൂട്ടി അടക്കുന്നു. ഇത്രയും നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുവന്നായിരുന്നു. അവിടെ ഹാലൻഡ് അവിടെ കിടപ്പല്ലായിരുന്നു, എർലിംഗ് ഹാലൻഡ്. അത് നോക്കി എന്ത് രസമുള്ള അക്ഷരമൊക്കെ ആയിരുന്നു. എന്തായാലും പറ്റിയതിനി അബദ്ധം പറ്റിയിട്ട് നമ്മൾ ഇനി പുറത്തു പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ആ അപ്രിയമായ സത്യം കേൾക്കാൻ തയ്യാറായിരുന്നുള്ളൂ. മനസ്സിനെ പാകമാക്കൂ. ഓക്കെ ആയോ അമ്മേ? സോറി, ഈ ഉത്തരം, താങ്കൾ പറഞ്ഞ ഈ ഉത്തരം എന്താ ചെയ്യാ? എനിക്ക് ഈ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് നോക്കി പറയാന്ന് വിചാരിക്കുക. ഈ ഉത്തരം ശരിയാണ്. അപ്പൊ ഉത്തരം കറക്റ്റായില്ലേ? 70,000 രൂപ കൈ കിട്ടി. 70,000. സന്തോഷമായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നു 80,000-ലേക്ക്. 80,000. മോണിറ്റർ കേറി വരൂ. അങ്ങോട്ട് നോക്കിക്കോളൂ, ഒരു ദൃശ്യം കാണാം. കണ്ടല്ലോ, ഇതൊരു ശിക്ഷാരീതിയാണ്. എന്താണ് ഈ പഴയകാല ശിക്ഷാരീതിയുടെ പേര്? ഓപ്ഷൻ എ കുതികാൽ വെട്ടൽ, ഓപ്ഷൻ ബി ചിത്രവധം, ഓപ്ഷൻ സി മുക്കാലി കെട്ടിയുള്ള മർദ്ദനം, ഓപ്ഷൻ ഡി ഗരുഡൻ തൂക്കം. ഓപ്ഷൻ സി. എന്തുകൊണ്ടാണ്? മുക്കാലിൽ കെട്ടിയുള്ള മർദ്ദനം. 3 കാൽ അവിടെ ഉണ്ടോ? എണ്ണി നോക്കിയായിരുന്നോ? 1 2 3 3 കാലും ഉണ്ടല്ലോ. അതിന്റെ അപ്പുറത്തൊരു 4ാമത്തെ കാലം ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലേ? ഇല്ല, ആ 3 കാല് നോക്കാം. 3 കാലിലുള്ള മർദ്ദനോ? അപ്പൊ ഓപ്ഷൻ സി. ബട്ട് ഐ ആം വെരി സോറി. പൂട്ടി ഞാനത് പൂട്ടി. എന്തായാലും കാര്യം പറഞ്ഞാൽ പിന്നെ പൂട്ടണമല്ലോ. 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഉത്തരം പാഴായിപ്പോയി. ഓപ്ഷൻ സി മുക്കാലിയിൽ കെട്ടിയുള്ള മർദ്ദനം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. 40,000 രൂപ കയ്യിലിരിപ്പുണ്ടല്ലോ. ബാക്കി 40,000 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടപാട് തീരുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ 40,000 രൂപ നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് തരുമ്പോണ്ടല്ലോ എന്റെ നെഞ്ചിടിക്കുകയാണ്. ഓക്കെ, 1 2 3 4. ഓ, ചൂട് മാറിയിട്ടില്ല പ്രിന്റ് ചെയ്തതിന്റെ കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ 40 അമ്മ ഇത് കാണുന്നുണ്ടോ? അമ്മ ഇത് അമ്മ ഏതാണ്ട് ഇതൊക്കെ ആ 1 കോടി എടുക്കാദ്യം എന്നുള്ള ഇരിക്കുക അമ്മ. അപ്പൊ 40 + 40 ആയി. ഇനി നമുക്ക് 1 ലക്ഷം രൂപയിലേക്കുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1,100,000 rupees. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പയ്യൻസ് ഉണ്ടല്ലോ, അതിലിപ്പോ ഇതിരുന്ന് കാണുന്നുണ്ടാവും. ടെൻഷനായി കാണുമോ? ആണോ? നമ്മൾ മത്സരിക്കുന്നതിന്റെ അല്ല, ഇവിടെ പറഞ്ഞതിന്റെ. അല്ല, അറിയില്ലല്ലോ ആർക്കും, ആരാന്ന് അറിയാത്തോണ്ട് ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു. എന്നിട്ട് മനോഹരമായ 1 ലക്ഷത്തിന്റെ ലക്ഷാധിപതിയായിട്ട് അല്ലേ? പറയാൻ പറ്റത്തില്ല. കുട്ടേട്ടാ ഒന്ന് പൊക്കിക്കൊടു. ലെവൽ 3. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പോ 1 ലക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയ ടെൻഷൻ വന്ന പോലെ കുറച്ചില്ല ഉണ്ടല്ലോ.
ഞാൻ കുട്ടേട്ടനെ ഒന്ന് ഹാർട്ട് ബീറ്റ് നോക്കാൻ ഏൽപ്പിക്കുക. ഓക്കെ. കുട്ടേട്ടാ ഒന്നും ഇനി ആലോചിക്കണ്ട. 110 തന്നെ കിടക്കുക അല്ലേ? ഓക്കെ, വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യട്ടോ, ചോദ്യത്തിലേക്ക് പോകട്ടോ. റെഡിയാണല്ലോ? റെഡി. ഓക്കെ, കേറി വാ മോണിറ്റർ. ചോദ്യം ഇതാണ്: ഗുജറാത്തിൽ ദ്വാരകാധീഷ് അല്ലെങ്കിൽ ദ്വാരക രാജാവ് എന്ന പേരിൽ ആരാധിക്കുന്ന പുരാണ കഥാപാത്രം ആരാണ്? ഓപ്ഷൻ എ ശ്രീരാമൻ, ഓപ്ഷൻ ബി പരമശിവൻ, ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ, ഓപ്ഷൻ ഡി ബ്രഹ്മാവ്. ദ്വാരകാധീഷ് അല്ലെങ്കിൽ ദ്വാരക രാജാവ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ ഇഷ്ടമാണോ? ഇഷ്ടം. ഇഷ്ടം. കൂട്ടാമോ എനിക്ക്? കൂട്ടാം. ശ്രീരാമനല്ലല്ലോ, ശ്രീകൃഷ്ണനാണല്ലോ. ശ്രീകൃഷ്ണൻ. ഉറപ്പല്ലേ? ഉറപ്പാ. അമ്മയുടെ മുഖത്തൊന്ന് നോക്കൂ, അമ്മ കണ്ണു കാണിക്കുന്നുണ്ടോ നോക്കൂ. ഇല്ല ഇല്ല, ശ്രീകൃഷ്ണൻ. ഇല്ലയോ? ഇല്ല. അമ്മ എങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ? നിസ്സംഗതയാണോ ആ മുഖത്ത്? ചിരിച്ചിരിക്കുന്നു. ആ, ചിരിച്ചിരിക്കട്ടെ അമ്മ എപ്പോഴും. ഓപ്ഷൻ സി, അമ്മയുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാകട്ടെ. അതെ സാർ, അതാണ് ആഗ്രഹിക്കുന്നത്. അമ്മ കണ്ണു കാണിച്ചോ? ഇല്ല. ഓക്കെ ഓക്കെ, ശ്രീകൃഷ്ണൻ ഞാൻ പൂട്ടി. വിജയിച്ചാൽ 1 ലക്ഷം രൂപ, തെറ്റിയാൽ എത്ര? 8,000 രൂപ കിട്ടും. പിന്മാറിയിരുന്നെങ്കിൽ 40,000 രൂപ, 40,000 റുപ്പീസ് കിട്ടുമായിരുന്നു. അത് പോയി കിട്ടിയോ? ഇല്ല. ശ്രീകൃഷ്ണനാ. ആത്മവിശ്വാസം ഉണ്ടോ ഇത് വിജയിക്കുമെന്ന്? ഉണ്ട്. എന്തുകൊണ്ട്? ഞാൻ ശ്രീകൃഷ്ണന്റെ പടം കൂടുതൽ വരച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ രക്ഷിക്കുന്നു വിചാരിക്കുന്നു. ഓ, ആ പടം വരച്ചുണ്ട് അല്ല, ദ്വാരക വെച്ചല്ല. അല്ല. ഓക്കെ, അപ്പൊ താങ്കൾ വരച്ച പടം പ്രയോജനരഹിതമായി പോകുന്നോ എന്ന് ചോദിച്ചാൽ പോകുന്നില്ല. ഇല്ല എന്ന് ഞാൻ പറയും. ഉത്തരം ശരിയാണ്. 1 ലക്ഷം രൂപ കയ്യിലായി. ഇനിയിപ്പം ബി സീരിയസ്. പുഷ്പാഞ്ജലി 2 ലക്ഷം രൂപയിലേക്ക് നമുക്ക് കടക്കും മുമ്പ്, പുഷ്പാഞ്ജലി, ഞാൻ ഈ വാർത്തയൊക്കെ വായിക്കുന്ന ആളല്ലേ, പുഷ്പാഞ്ജലി ഏറ്റവും, ഞാൻ വാർത്ത വായിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. രാവിലെ. രാത്രി വായിച്ച കണ്ടില്ലേ? ഇല്ല, ഞാൻ കൂടുതൽ അയ്യോ, ഞാനിനി വായിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഞാൻ രാത്രിയിലും നേരം വെളുക്കാറാകുമ്പോഴൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല ചുരുക്കം പറയാം. അല്ല, ഞാൻ രാവിലത്തെ കാണാറുണ്ട്. 24 എന്തോ? 24. 24 എന്തോ? ന്യൂസ് ചാനൽ. ന്യൂസ് ആണോ? ഈ വർഷത്തിന്റെ പേരെ ഞാൻ പറഞ്ഞു, 2024. ഓക്കെ, അപ്പൊ 24 ഞാൻ ചുമ്മാ പറഞ്ഞു, വാർത്താ ചാനലിലെ പേര് ചോദിച്ചു. അപ്പൊ വാർത്ത കാണാറുണ്ട്. വാർത്ത വന്നതിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാർത്ത ഞാൻ പറയട്ടെ പുഷ്പാഞ്ജലി. 10ാം ക്ലാസ് ജയിച്ചു, അടി സിമ്പല്. അത് വലിയ വാർത്തയായിരുന്നു അല്ലേ? ജയിച്ചാലും ഭയങ്കര സന്തോഷം. തോക്കൊന്ന് ഉറപ്പായിരുന്നു? അങ്ങനെയല്ല, നമുക്ക് ജയിക്കുമ്പോൾ സന്തോഷം വരും. അതെ അതെ, നമ്മൾ കുറെ ഗ്യാപ്പ് എടുത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു, കോവിഡ്. 8ാം ക്ലാസ്സിലെ ക്യാൻസർ ബാധ ഏറ്റതിന് ശേഷമുള്ള അല്ലേ റിസൾട്ട് ഭയങ്കര സന്തോഷിപ്പിച്ചു അല്ലേ? സന്തോഷിച്ചു. ഓക്കെ, നമുക്ക് കൂടുതൽ സന്തോഷം വരാൻ പോകുന്നു. നമ്മൾ 2 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2 lakhs. മോണിറ്റർ കയറി വരൂ. ബി സീരിയസ്. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. 2023 അർജുന പുരസ്കാരം നേടിയ പാലക്കാട്ടുകാരനായ കായിക താരം ആരാണ്? ഓപ്ഷൻ എ PR ശ്രീജേഷ്, ഓപ്ഷൻ ബി M ശ്രീശങ്കർ, ഓപ്ഷൻ സി മുഹമ്മദ് അനസ്, ഓപ്ഷൻ ഡി VP സുഹയ്യ. ഈ കാര്യം 24 വന്നിട്ടുണ്ട്, ഞാനായിരുന്നു വായിച്ചത്. 2 ലക്ഷം രൂപയാണ്. ഒരു പിടിവള്ളി ഉണ്ട് കുട്ടേട്ടന്റെ, കുടുംബത്തിന്റെ 1, കുട്ടേട്ടന്റെ 1. നമുക്ക് പിടിവള്ളി എടുക്കാം. അയ്യോ, പാലക്കാട്ട് നിന്നൊരു കായിക താരത്തിന് അർജുന അവാർഡ് കിട്ടിയിട്ട് അറിഞ്ഞിട്ടില്ലയോ? ഈ കുനിശ്ശേരിയിലുള്ള ആൾക്കാരൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ മൈക്ക് അനൗൺസ്മെന്റ് വന്ന് കാണുമല്ലോ. എനിക്ക് ഓർമ്മയില്ല. പിടിവള്ളി എടുക്കാം. ആരെ പിടിവള്ളി വേണം? കുടുംബം മതി. എടുക്കാം. അപ്പൊ പറഞ്ഞോളൂ, പിടിവള്ളി ചോദിച്ചിരിക്കുക. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമോ? സാർ വായിച്ചു. ഞാൻ വായിച്ചു. 2023 അർജുന പുരസ്കാരം നേടിയ പാലക്കാട്ടുകാരനായ കായിക താരം ആരാണെന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻ എ PR ശ്രീജേഷ്, ഓപ്ഷൻ ബി M ശ്രീശങ്കർ, ഓപ്ഷൻ സി മുഹമ്മദ് അനസ് ആൻഡ് ഓപ്ഷൻ ഡി VP സുഹയ്യ. ബി ആണ് സാർ. ബി ആണ്. ആരാത് പാർട്ടി? M ശ്രീശങ്കർ. അമ്മയ്ക്ക് ഉറപ്പാണോ? അതെ. 2 ലക്ഷം രൂപയുടെ കേസാണ്. ബി ആണ് സാർ. ബി ആണല്ലേ? അമ്മയ്ക്ക് ഉറപ്പാണ്? അമ്മയുടെ വാക്ക് വിശ്വസിച്ച് ഒരു റിസ്ക് എടുക്കാൻ പറ്റുമോ? നോക്കാന്നല്ല, നോക്കൂ. നോക്കാം. ഉറപ്പാണോ? അറിയുഷർ? പൂട്ടോട്ടെ? ഞാൻ പൂട്ടി. ഇനി ഞാൻ ഇത്തിരി സീരിയസ് ആകുമ്പോ ഞാനിത് വേണ്ടെന്ന് വിചാരിച്ചു നിന്നപ്പോൾ ഞാൻ പൂട്ടി. ഓപ്ഷൻ ബി M ശ്രീശങ്കർ പൂട്ടിക്കഴിഞ്ഞു.
2 ലക്ഷം രൂപയുടെ കേസാണ്. എന്റെ കഥ കഴിഞ്ഞു എന്ന് ഇപ്പൊ അറിയാം. ഇല്ല, നോക്കാം. തെറ്റാണെങ്കിൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? 10,000 രൂപ, വെറും 10,000. പിന്മാറിയിരുന്നെങ്കിൽ ഒരു 50,000 രൂപ കിട്ടുമായിരുന്നു. ശരിയായിരിക്കും. ശരിയായിരിക്കും. ചിലപ്പോൾ ശ്രീശങ്കരൻ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും. കുനിശ്ശേരിക്കാരി തെറ്റിച്ച് പറഞ്ഞല്ലോ എന്ന് ചിലപ്പോ പറയും. ശരിയായിരിക്കും. അമ്മ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഏ താങ്കൾ പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ താങ്കളുടെ അമ്മ പറഞ്ഞ ഉത്തരം ശരിയാണ്. സാർ ശരിയാണ്. അമ്മ ഇവിടോട്ട് വരുന്നോ? ഇല്ല സാർ. നല്ല രസം അവിടെ. നമുക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് കുട്ടി. ലോങ് ജമ്പ് താരമാണ് ആള്. യാക്കരയാണ്, പാലക്കാട്ടെ യാക്കരയാണ്. വിക്ടോറിയ കോളേജ് പഠിച്ച ആളാണ്. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ബോസ്, കുട്ടിയായിട്ട് എന്തോ പറയാൻ വന്നു? ബോസ്, പുഷ്പാഞ്ജലിക്ക് ആ ഡ്രൈവിംഗ് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. പക്ഷേ പല സ്ഥാപനത്തിലും ഈ കുട്ടിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. അതിനെന്ത് ചെയ്യണം എന്ന് കൂടി ഒന്ന് ബോസ് പറഞ്ഞു കൊടുക്കുമോ? ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയിരുന്നോ? ചോദിച്ചിരുന്നു. അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ ധൈര്യമില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ധൈര്യമില്ല എന്ന് പറഞ്ഞു. അത് അവരോട് പറഞ്ഞോ ഇങ്ങനെയൊക്കെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്? എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, അപ്പോ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ അമ്മ ഡ്രൈവിംഗ് ഒന്നും ചെയ്യില്ല. അപ്പോ എനിക്കും അമ്മയും കൂടി പോവും വരും. ക്ലാസ്സിനൊക്കെ കുറച്ച് സൗകര്യമായിരിക്കും പോവാനൊക്കെ. എവിടെയും പോയി സ്റ്റേ ചെയ്ത് ക്ലാസ്സിന് പോവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചു. പക്ഷെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവരെന്താ കാരണം പറയുന്നത്? അവർക്ക് പേടിയാണ്, അങ്ങനെയാ പറയണത്. അപ്പൊ നമുക്കൊരു ഓപ്പൺ ഒരു കോൾ കൊടുത്താലോ? അതായത് പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും ഈ പുഷ്പാഞ്ജലിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അങ്ങനെ ഇരിക്കട്ടെ. അപേക്ഷ വരുന്നതെന്ന് അറിയാലോ. ഓക്കെ, ഏറ്റവും അവസാന തീയതി ഫെബ്രുവരി 29. ഇല്ലല്ലോ, 29 ഉണ്ട്, ഈ വർഷം ഉണ്ട്. അതിവർഷത്തിൽ ഫെബ്രുവരിക്ക് 29. പഠിച്ചിട്ടില്ലേ അത്? ഈ വർഷം ഫെബ്രുവരി 29 ഉണ്ട്. ഈ വർഷം ആകെയുള്ളൊരു പ്രത്യേകത ഈ കൊല്ലത്തിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs. ബി സീരിയസ്. 3 ലക്ഷം രൂപ മോണിറ്റർ കയറിവാ. മദർ തെരേസ കേട്ടിട്ടുണ്ടല്ലോ. 1952 അഗതികൾക്കായി ആദ്യ അഭയ കേന്ദ്രം ആരംഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഏത് കെട്ടിടത്തിലായിരുന്നു? ഓപ്ഷൻ എ മുസ്ലിം പള്ളി, ഓപ്ഷൻ ബി ഹിന്ദു ക്ഷേത്രം, ഓപ്ഷൻ സി പോലീസ് സ്റ്റേഷൻ, ഓപ്ഷൻ ഡി റെയിൽവേ സ്റ്റേഷൻ. കുട്ടേട്ടന്റെ പിടിവള്ളി ബാക്കി കിടപ്പുണ്ട്. കുട്ടേട്ടനെ തന്നെ പിടിക്കാം. കുട്ടേട്ടാ. യെസ് ബോസ്. പുഷ്പാഞ്ജലി, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി ഹിന്ദു ക്ഷേത്രം, സി പോലീസ് സ്റ്റേഷൻ, ഡി റെയിൽവേ സ്റ്റേഷൻ. പിടികിട്ടുന്നില്ല. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 1 ലക്ഷം. അറിയത്തില്ല പിന്നെ എന്തോ നമ്മൾ ചെയ്യുന്നത്? പിന്മാറാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ പുഷ്പാഞ്ജലി, ഈ നല്ല പേരുകാരി, ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഒരു 1 ലക്ഷം രൂപ അതുകൊണ്ട് പോക്കറ്റിലുണ്ട്. അവിടെ എത്ര ഇരിപ്പുണ്ട്? 80,000 ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരം ഒരു ഗസ് ചെയ്തൊരു ഉത്തരം പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ. പിന്നെ പോലീസ് സ്റ്റേഷൻ അത് അടച്ചിട്ടിട്ട് കാലം കുറയായി. ഹിന്ദു ക്ഷേത്രം, ഓപ്ഷൻ ബി. കാളിഘട്ട് കാളി ടെമ്പിൾ, അവിടെയാണ് ഈ അഗതികൾക്കായി ആദ്യ അഭയകേന്ദ്രം മദർ തെരേസ സ്ഥാപിച്ചത് 1952. ഓക്കെ, അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ. നമ്മുടെ 2 ലക്ഷം പോക്കിയ കേസല്ലേ. അപ്പൊ 1 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ 20,000 രൂപയുടെ നിന്ന് അക്കൗണ്ട് ക്ലോസ് ആവുമല്ലോ. ഓക്കെ, 1 2. നമുക്ക് ഈ പുതിയ നോട്ട് കണ്ടാൽ ഭയങ്കര രസമാണ് അല്ലേ? ഇന്ന് ഭയങ്കര മണവും ഒക്കെ ആയിരിക്കും. ഓക്കെ, വേണേ ഒന്ന് മണപ്പിച്ച് നോക്കുള്ളൂ. പാലക്കാടൊന്നും ഈ സാധനം കിട്ടത്തില്ല. ഓക്കെ, അപ്പോ 1 ലക്ഷം രൂപ കൈ കിട്ടി. അപ്പൊ പുഷ്പാഞ്ജലി മിടിക്കാണ്. പുഷ്പാഞ്ജലി, അപ്പൊ പുഷ്പാഞ്ജലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്കൊരു മ്യൂറൽ ആർട്ടിസ്റ്റ് ആവണം. വരയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ തലവരെ നേരെ നമ്മൾ വലിയ വരക്കാരിയാവും. അതെ, മ്യൂറൽ ആർട്ടിസ്റ്റ് ആവണം. നമ്മുടെ ഈ കുട്ടേട്ടൻ എന്ന് വരയ്ക്കണം.
വരയ്ക്കാം. എന്നെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടേട്ടനെ വരയ്ക്കണം. കുട്ടേട്ടനെ ഈ തലവരെ കുറച്ച് മോശമാണ്, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വരച്ചാൽ നന്നായിരിക്കും. വരയ്ക്കാം. കുട്ടേട്ടാ ബോസ്, അതുപോലെ എന്റെ തലവര വളരെ കൃത്യമാണ് ബോസ്. അതാണ് കുഴപ്പം. എയുടെ വരയാ, അപാര വരയാ. അപ്പോ പുഷ്പാഞ്ജലി, ഇങ്ങനെ അങ്ങ് പോട്ടെ ജീവിതം, ഹാപ്പി ആയിട്ട് പോവാ. ഹാപ്പിയാണ്, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അങ്ങോട്ട് ഹാപ്പി ആയാൽ മതി. പക്ഷെ എനിക്കൊരു ഐഡിയ തോന്നുന്നു, അറിയുമോ? നമ്മള് സ്വയം ബോധ്യപ്പെടണ്ടേ? അതിന് ചില ടെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കണം. നമ്മളിതൊക്കെ മറന്ന് നടക്കുമ്പോൾ ഇവൻ എടുത്തി ആടരുത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പോയിട്ട് അപ്പൊ നമ്മളിനി കാണൂലേ? കാണും. ഓക്കെ കുട്ടേട്ടാ, ലെവൽ താഴേക്ക് 1. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷമായില്ലേ? താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ നല്ലൊരു കലാപരിപാടിയുണ്ട്. കുട്ടേട്ടൻ്റെ ഒരു പ്രവചനമുണ്ട് പുഷ്പാഞ്ജലിയുടെ കാര്യത്തിൽ. ഒന്നാമത് ഈ പുഷ്പാഞ്ജലി സാധാരണ ഇങ്ങനൊരു പേര് ആൾക്കാർക്ക് ഇടാറില്ലല്ലോ, അല്ലേ? യൂഷ്വൽ അല്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ പേര്. കുട്ടേട്ടാ, യെസ് ബോസ്. പുഷ്പാഞ്ജലിയുടെ ഭാവി. പുഷ്പാഞ്ജലി, താങ്കളുടെ ജീവിതത്തിലെ 3 പ്രധാന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. 1, മ്യൂറൽ പെയിന്റിംഗിന്റെ എക്സിബിഷൻ നടത്താൻ താങ്കൾക്ക് ഉടനെ തന്നെ സാധിക്കും. 2026 താങ്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള താങ്കളുടെ വിവാഹം. പിന്നെ താങ്കൾക്ക് മറ്റൊരു വലിയ ആഗ്രഹമുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു, സ്കൈ ഡൈവിംഗ്. അതും അടുത്ത വർഷം നടക്കാൻ സാധിക്കുമെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും. അപ്പൊ അമ്മ, നിങ്ങളെ കാണാൻ രണ്ടുപേരെ. അപ്പൊ അമ്മ പതുക്കെ പുഷ്പാഞ്ജലി പിടിച്ച് കടന്നു പോകുമ്പോൾ ഞാൻ ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു. പാലക്കാട് കുനിശ്ശേരിയിലെ പുഷ്പാഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരുപക്ഷെ വലിയ ഭാവി പുഷ്പാഞ്ജലിയെ കാത്തിരിക്കുന്നുണ്ടാവും എല്ലാ ഭാവുകങ്ങളും. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.